ഹായ് കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളുടെ ബീന കൃഷ്ണനാണ്. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ നമ്മുടെ ആനുവൽ എക്സാമിന് വേണ്ടുന്ന ഒരു ചാപ്റ്റർ കുഞ്ഞുങ്ങളെ പഠിക്കാൻ പോകുന്നത് യൂണിറ്റ് 5 കേട്ടോ. ഹേർട്ട് ആൻഡ് ഹോം, HERTH ആണ് കേട്ടോ, ഹേർട്ട് ആൻഡ് ഹോം. അപ്പം യൂണിറ്റ് 5 ആണ്. ഞാൻ ഒന്ന് പറയട്ടെ കുഞ്ഞുങ്ങളെ, ഇംഗ്ലീഷ് ഒട്ടും അറിയാൻ വയ്യാത്ത കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഇംഗ്ലീഷൊക്കെ അറിയാവുന്നവരാണെങ്കിൽ നിങ്ങൾ വേറെ നോക്കി പഠിച്ചോ. ഈ ഒന്നും അറിയാൻ വയ്യാത്തതുണ്ടല്ലോ, ഇംഗ്ലീഷ് എന്ന് പറയുന്നതേ പേടിയാ എന്ന് പറയുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഈ പാർട്ട് ഇടുന്നത് കേട്ടോ. ഞാൻ കമൻറ്റ് കണ്ടോ, നിങ്ങൾ ഇംഗ്ലീഷ് ഹിന്ദിയൊക്കെ ഇടുന്നില്ലയോ എന്ന് ചോദിച്ചതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഇംഗ്ലീഷ് ഇടുന്നത്. അപ്പോൾ യൂണിറ്റ് 5 ആൻഡ് ഈ ഒരു പാഠം ഹേർട്ട് ആൻഡ് ഹോം. അപ്പോൾ അതിനകത്തുള്ളൊരു പടം, ഇതുപോലൊരു പടം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലാസ്റ്റിൽ ഒരു വരി കൊടുത്തിട്ടുണ്ട്, ഹോം ഈസ് നോട്ട് എ പ്ലേസ്, ഇറ്റ് ഈസ് എ ഫീലിങ്സ്. ആക്കെ നോക്കൂ നിങ്ങളെ, ഹോം ഈസ് നോട്ട് എ പ്ലേസ്, ഇറ്റ് ഈസ് എ ഫീലിങ്സ്. ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്, വീട് ഒരു സ്ഥലമല്ല, അതൊരു അനുഭവമാണ്. അല്ലേ, നമുക്കൊക്കെ വീടുണ്ട് അല്ലേ, അതൊരു സ്ഥലമായിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? ആ വീടിൻ്റെ ഒരു സ്ഥലമാണെന്ന് നമ്മൾ പറയുമോ? ഇല്ല അല്ലേ. നമ്മുടെ അച്ഛനും അമ്മയും ചേട്ടനും ചേച്ചിയും അമ്മൂമ്മയും അപ്പൂപ്പനും അല്ലേ, മക്കളും എല്ലാം അടങ്ങുന്ന അല്ലേ ഒരു ഫീലിങ്സ് ആണ്, ഒരു അനുഭവമാണ് ഇവരെല്ലാവരും കൂടെ കൂടുമ്പോൾ അല്ലേ. അതാണ് പറയുന്നത്, ഹോം ഈസ് നോട്ട് എ പ്ലേസ്, ഇറ്റ് ഈസ് എ ഫീലിങ്സ് എന്ന് പറയുന്ന ആ ലൈനിൽ കേട്ടോ. അപ്പോൾ നമ്മുടെ ആ പാഠത്തിനകത്തിലെ തൊട്ടിപ്പുറത്തെ പേജ്, ഞാനൊരു കുട്ടിയുടെ ബുക്ക് മേടിച്ചതുണ്ടോ, ആ ബുക്ക് ടെസ്റ്റിനകത്തിൽ നിങ്ങളുടെയൊക്കെ ടെസ്റ്റിൽ ഇങ്ങനെ വരച്ചിട്ടുണ്ടോ? ഞങ്ങളും കുഞ്ഞിലും ഇങ്ങനെ തന്നെ ആയിരുന്നല്ലേ, ഏതെങ്കിലും ഒരു പടം ഉണ്ടെങ്കിൽ അല്ലേ അവർക്ക് കൈയും കാലും ഒക്കെ വരച്ച് വെക്കുന്ന ഒരു അല്ലേ നോർമലി എല്ലാവർക്കും ഉള്ളൊരു സ്വഭാവമാണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് അങ്ങ് വിട്ടേക്കാം. അപ്പം അതിനകത്തിൽ നോക്കൂ കുഞ്ഞുങ്ങളെ, ഒരു 3 ക്വസ്റ്റ്യൻ ആൻസർ ചോദിച്ചിട്ടുണ്ട് ഈ ഒരു പടവുമായിട്ട് ബന്ധപ്പെട്ട. കണ്ടോ, ഒരു മലയാണ് സ്കൂളിൽ പോകുന്നതും കുട കൊണ്ടുപോകുന്നതും അവിടെ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ച ചോദ്യം ഒന്ന്, വാട്ട് സീസൺ ഈസ് ഷോൺ ഇൻ ദ പിക്ചർ? ഈ ചിത്രത്തിൽ ഏത് സീസൺ അല്ലെങ്കിൽ ഏത് കാലമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്? നമ്മുടെ ഈ പടത്തിനകത്തിൽ നോക്കിയേ, നല്ല മഴക്കോളൊക്കെ ഉണ്ട്, ഇങ്ങനെ കുടയൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ടോ, മഴയൊക്കെ പെയ്ത് ഇങ്ങനെ നിൽക്കുക അല്ലേ. അപ്പോൾ അത് ഏത് സീസൺ ആയിരിക്കും? റെയിനി സീസൺ ആണ് അല്ലേ നമ്മൾ മൺസൂൺ കാലം എന്നൊക്കെ പറയും. അപ്പോൾ റെയിനി സീസൺ എന്ന് പറഞ്ഞാൽ മതി അല്ലേ, റെയിനി സീസൺ. പഠിക്കാനും എളുപ്പം അതല്ലേ. ഇനി വാട്ട് ഡു യു ഫീൽ അബൌട്ട് ദീസ് സീസൺസ്? ഈ മഴക്കാലം ആകുമ്പോഴേ ആ സീസണിനെ കുറിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും? മഴക്കാലത്തെക്കുറിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും കുഞ്ഞുങ്ങളെ? മൺസൂൺ മേക്സ് എവരിതിങ് ഗ്രീന്. പിന്നെ അതുപോലെ എന്താ, ഫ്രഷ്, FRESH, ഫ്രഷ് ആൻഡ് ബ്യൂട്ടിഫുൾ അല്ലേ. മഴക്കാലം എന്ന് കേൾക്കുമ്പോഴേ എന്താ, നമുക്ക് അവധി കിട്ടും ഇല്ലയോ? അത് ഇല്ലയോ, പത്തനംതിട്ട ജില്ലയാണ് ഞങ്ങൾ അല്ലേ, പത്തനംതിട്ട ജില്ല നല്ല മഴയൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് അവധി കിട്ടുന്നുണ്ട് അല്ലേ. അങ്ങനെയൊക്കെ സീസണെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല മഴയാണ് അല്ലേ, മഴ ഗ്രീനാണ്, ഫ്രഷ് ആൻഡ് ബ്യൂട്ടിഫുൾ. സ്പെല്ലിങ് പഠിക്കണേ. വി എൻജോയ് വാച്ചിങ് ദ റെയിൻ ആൻഡ് ദ ഗ്രീനറി ഇറ്റ് ബ്രിങ് അല്ലേ. ആ വാക്കുകൾ ഓരോന്നും നോക്കണം. ഇതിനകത്ത് വലിയ വാക്കുകളൊന്നുമില്ല. മൺസൂണ്, എവരിതിങ്, എൻജോയ്, വാച്ചിങ്, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ അല്ലേ. ഗ്രീനറി, ഇറ്റ്സ് ബ്രിങ് അല്ലേ, ഗ്രീന് പച്ചപ്പാണ്, ഫ്രഷായിട്ട് അല്ലേ. മഴയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഭൂമി മൊത്തത്തിൽ ഫ്രഷ് ആവും അല്ലേ. ആൻഡ് ബ്യൂട്ടിഫുൾ, മഴ ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ നിങ്ങൾ? ഇല്ല അല്ലേ, ബ്യൂട്ടിഫുൾ. അപ്പോൾ ഒരു കുഞ്ഞ് 2 വരിയാണ് എഴുതി വെച്ചേക്കുന്നത്, ഏറ്റവും എളുപ്പമുള്ള 2 വരിയാണ്. നിങ്ങൾ സ്വന്തമായിട്ട് എഴുതാനാ പറഞ്ഞ്, ഇനി അത് എഴുതാൻ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി മാത്രമാണ് മൺസൂൺ അല്ലെങ്കിൽ റെയിനി സീസൺ എന്ന് പറയുന്നത്. എപ്പോഴും എന്താ ഗ്രീനാണ്, ഫ്രഷ് ആൻഡ് ബ്യൂട്ടിഫുൾ, കുഞ്ഞു വാക്കുകളാണ്. വി എൻജോയ് വാച്ചിങ് ദ റെയിൻ ആൻഡ് ദ ഗ്രീനറി ഇറ്റ് ബ്രിങ്സ്, എളുപ്പമുള്ള വാക്കുകളല്ലേ. അതുപോലെ വിച്ച് ക്ലൈമറ്റ് ഇൻ കേരള ഡു യു ഫൈൻഡ് ദ മോസ്റ്റ് അപ്പീലിംഗ്? APPEALING, അപ്പീലിംഗ് എന്ന് വെച്ചാൽ കേരളത്തിലെ ഏത് കാലാവസ്ഥയാണ് നിങ്ങൾക്ക് ഏറ്റവും ആകർഷകമായിട്ട് തോന്നുന്നത്? അങ്ങനെ ഒരു ചോദ്യം കൊണ്ടുണ്ട്. 3ാമത്തത്, കേരളത്തിലെ ഏത് കാലാവസ്ഥ, വിച്ച് ക്ലൈമറ്റ് ഇൻ കേരള ഡു യു ഫൈൻഡ് ദ മോസ്റ്റ് അപ്പീലിംഗ്? ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ ആകർഷകമായിട്ട് തോന്നുന്നത്? ഐ ഫൈൻഡ് ദ കൂൾ, ഫ്രഷ് ആൻഡ് പ്ലസൻറ്റ് മൺസൂൺ സീസൺ അല്ലേ, ദ മോസ്റ്റ് അപ്പീലിംഗ് ഇൻ കേരള. നമുക്ക് എപ്പോഴും മൺസൂൺ സീസണാണ് അല്ലേ, മഴയുള്ള സമയമാണ്. അതല്ല, ടു ഫൈൻഡ് ദ കൂൾ, ഫ്രഷ് അല്ലേ. വാക്കുകളെല്ലാം ചെറിയ വാക്കുകളാണ്. ഐ ഫൈൻഡ് കേട്ടോ, നമ്മുടെ ചോദ്യം യു ഫൈൻഡ് ദ മോസ്റ്റ് അപ്പീലിംഗ് ആയതുകൊണ്ടാണ് ഐ ഫൈൻഡ് ദ കൂള് വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ. കൂളാണ്, ഫ്രഷാണ് ആൻഡ് പ്ലസൻറ്റ് മൺസൂൺ സീസൺ ദ മോസ്റ്റ് അപ്പീലിംഗ് ഇൻ കേരള.
ആ 3 ക്വസ്റ്റ്യൻ നമ്മുടെ പടം തന്നിട്ട് അതിനകത്തിലെ കുറിച്ചൊന്ന് എഴുതാൻ ചോദിച്ചതാണ് കേട്ടോ. അപ്പോൾ ആ 3 എണ്ണം അങ്ങ് എഴുതണേ. അതിൻ്റെ തൊട്ട് പിറകിൽ ഒരു ചാപ്റ്റർ ഉണ്ടോ നിങ്ങൾ, ഏതാണ്ട് ഉണ്ണിക്കുട്ടൻ ഗോസ് ടു സ്കൂൾ, അങ്ങനെ ഒരു ചാപ്റ്റർ ഉണ്ട്. ഞാനതൊന്ന് ചുരുക്കി പറയാം കേട്ടോ. അതായത് നമ്മൾ ഇതിനകത്തിലെ കഥാപാത്രത്തിൻ്റെ പേരാണ് ഉണ്ണിക്കുട്ടൻ കേട്ടോ. ഈ ഉണ്ണിക്കുട്ടൻ ആദ്യമായിട്ട് സ്കൂളിൽ പോകാനായിട്ട് അവിടെ ഒരുങ്ങുകയാണ്. അപ്പോൾ അമ്മ അവന് ഉപ്പുമാവ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് നിന്ന് ചോദ്യം ഉണ്ട് കുഞ്ഞുങ്ങളെ കേട്ടോ. ഞാൻ ഈ കഥ ചുമ്മാ ചുരുക്കി ഒന്ന് പറയാം, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് ഞാൻ അതിനെ കുറച്ചുകൂടെ ഇതായിട്ട് പറയാം. അപ്പം നിങ്ങൾക്ക് ആ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എളുപ്പം ആൻസർ പറയാൻ പറ്റും. നമുക്കതാ നോക്കേണ്ടത്. നമ്മുടെ അടുത്തൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ നമുക്ക് ഈ കഥയ്ക്കകത്ത് നിന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ ഉണ്ണിക്കുട്ടൻ ആദ്യമായിട്ട് സ്കൂളിൽ പോകും കുഞ്ഞുങ്ങളെ. ഉണ്ണിക്കുട്ടന് ഒരു ചേട്ടനുണ്ട് കേട്ടോ. ഉണ്ണിക്കുട്ടന് ഒരു ചേട്ടനുണ്ട്, 4ാം ക്ലാസ് ജയിച്ചിട്ട് നിൽക്കുകയാണിപ്പോൾ. അപ്പം അതിനെക്കുറിച്ചൊക്കെ നമുക്ക്, അതിൻ്റെ പേര് കുട്ടേട്ടൻ എന്നാണ് കേട്ടോ. ഉണ്ണിക്കുട്ടൻ്റെ ജ്യേഷ്ഠൻ്റെ പേര് കുട്ടേട്ടൻ എന്നാണ്. അപ്പോൾ ഇവിടെ ഉണ്ണിക്കുട്ടൻ ആദ്യമായിട്ട് 1ാം ക്ലാസ്സിൽ അല്ലേ, 1ാം ക്ലാസ്സിൽ പുതിയതായിട്ട് പോകാൻ ഒരുങ്ങിക്കൊണ്ടിരുന്നപ്പോൾ അമ്മ അവന് ഉപ്പുമാവ് വായിൽ വെച്ച് കൊടുക്കുകയാണ്. പക്ഷെ അവൻ എന്താ അതൊന്നും ഇച്ചിരി ഒന്ന് തിന്നും, പിന്നെ ഓടിച്ചാടി നടന്നിട്ട് തിരക്കിലാണ്. പിന്നെന്താ അവിടെ നിന്ന് മുത്തശ്ശിയുടെ സഹായത്തോടെ അവൻ ആ സ്കൂൾ ബാഗ് പരിശോധിച്ചിട്ട് അവൻ്റെ മലയാളം പുസ്തകവും പിന്നെ മയിൽപ്പീലിയും ഏതാണ്ടൊക്കെ പറക്കി ആ ബാഗിനകത്തിൽ എടുത്ത് വെക്കുന്നു ഇല്ലേ. അവൻ്റെ ജ്യേഷ്ഠനായ കുട്ടേട്ടനാണെങ്കിൽ അവൻ അന്നേരം ഒരു സ്ലേറ്റിൽ എഴുതുന്ന ഒരു പെൻസിൽ കൊടുക്കുന്നു. പക്ഷെ അതെന്താ ഒടിഞ്ഞു പോയ ചെറിയ പെൻസിൽ ആയതുകൊണ്ട് അവൻ എന്ത് ചെയ്തു, അവൻ ഈ ചെറിയ ഞാനിന്ന് ആദ്യമായിട്ട് സ്കൂളിൽ പോകുമല്ലേ, ആദ്യമായിട്ട് സ്കൂളിൽ പോകുമ്പോൾ എനിക്ക് ചെറിയ പെൻസിലൊന്നും വേണ്ടാന്ന് പറഞ്ഞ് അവൻ ആ ചെറിയ പെൻസിൽ എടുത്ത് എറിയുന്നു. എന്നിട്ട് അവിടെ കിടന്ന് നിലവിളിക്കുന്നു. എനിക്ക് ആദ്യമായിട്ട് സ്കൂളിൽ പോകുമ്പോൾ ഒടിഞ്ഞ പെൻസിലൊന്നും വേണ്ടാന്ന് പറഞ്ഞ് അവിടെ കിടന്ന് നിലവിളിക്കുന്നു. ഇത് കണ്ട അച്ഛൻ അവിടെ നിന്ന് എന്ത് ചെയ്തു, അവിടെ ആ പഴയ ഒരു വീടാവുന്നു കേട്ടോ. ആ വീടൊരു പണ്ടത്തെ ഒരു കഥയാണ്. പഴയ ഒരു വീടാണ്. ആ മേലെ സൈഡിൽ നിന്ന് എന്ത് ചെയ്തു, അവിടെ നിന്ന് ഒരു പെൻസിൽ എടുത്ത് ഇവന് കൊടുക്കുന്നു. അപ്പോൾ സ്കൂളിൽ പോകുന്ന ദിവസം നല്ല മഴയാണ്. ഈ മഴ പെയ്തപ്പോൾ നമ്മുടെ ഉണ്ണിക്കുട്ടനും അച്ഛനും കൂടെ കുടയുമായിട്ട് സ്കൂളിലോട്ട് പോകുന്നു. സ്കൂളിലെത്തുന്ന ഉണ്ണിക്കുട്ടനാണെങ്കിൽ അവിടെ ധാരാളം പുതിയ കുട്ടികളെയൊക്കെ കാണുന്നു അല്ലേ. ആദ്യമായിട്ട് സ്കൂളിൽ പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ പുതിയ കുട്ടികളെ കാണുന്നു. അച്ഛൻ അവനെ അവിടെ ചെന്ന ഹെഡ് മാസ്റ്ററിന്, നമ്മൾ ആദ്യമേ ചെല്ലുമ്പോൾ അവിടുത്തെ ഹെഡ് മാസ്റ്റർ അടുത്തോട്ടാണ് ചെല്ലുന്നത് അല്ലേ. അവിടെ ചെന്നിട്ട് കുട്ടിയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അപ്പോൾ അഡ്മിഷൻ പൂർത്തിയാക്കിയിട്ട് അച്ഛൻ ഉണ്ണിക്കുട്ടനെ എന്ത് ചെയ്തു, അവൻ്റെ ക്ലാസ്സിലോട്ട് കൊണ്ടുപോയി. അപ്പം രാധ ടീച്ചറാണ് അവൻ്റെ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ രാധ ടീച്ചർ ഇവനെ സ്നേഹത്തോടെ വാ മോനെ കയറി വാന്ന് പറഞ്ഞ് ക്ലാസ്സിലോട്ട് കയറി ഇരുത്തുമ്പം അവൻ്റെ കുട്ടികളുമായിട്ടൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പം അവൻ അവിടെ ചെല്ലുമ്പോൾ എന്താണ്, ഒരു വിദ്യാർത്ഥി എന്ന നിലയിലെ ഉണ്ണിക്കുട്ടൻ തൻ്റെ സ്കൂൾ ജീവിതം അവിടെ തുടങ്ങുകയാണ്. അപ്പം ഞാൻ ചുരുക്കി ഒന്ന് പറഞ്ഞതാണ്. പിന്നെ ഈ കഥയ്ക്കകത്ത് കുറച്ചുകൂടെ ഇച്ചിരി കൂടെ നമുക്ക് പറയാനാണെങ്കിൽ നോക്കാം. ഇനി ഞാൻ ഇച്ചിരി സ്പീഡിൽ വായിച്ച് വാങ്ങും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വായിച്ച കഥയെ കുറച്ചുകൂടെ ഒന്ന് നീട്ടി പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്. വെൻ ഉണ്ണിക്കുട്ടൻ കെയിം ട്രോട്ടിങ് ടു ദ വരാന്ത ലുക്കിംഗ് സ്മാർട്ട് ഇൻ ഹിസ് യൂണിഫോം, അമ്മ വാസ് ചേസിങ് ഹിം വിത്ത് എ ഹാഫ് ഫിനിഷ്ഡ് പ്ലേറ്റ് ഓഫ് ഉപ്പുമാവ്. ഉണ്ണി കം ഓൺ ഫിനിഷ് ദീസ്. അതായത് നമ്മുടെ പടത്തിൽ കൊടുത്തിട്ടുണ്ട് എൻ്റെ അമ്മയും ഉണ്ണിക്കുട്ടനും കൂടെ ആവും നിങ്ങളെ. ഇവിടെ അമ്മ ഉണ്ണിക്കുട്ടൻ സ്കൂളിൽ പോകാൻ യൂണിഫോം ഒക്കെ ഇട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ ഇങ്ങനെ തന്നെയല്ലേ ഒരുക്കിക്കൊണ്ടിരുന്നപ്പോൾ അമ്മ പറയുന്നത്, വാ മോനെ വാ ഈ ഉപ്പുമാവും കൂടെ കഴിക്കുക എന്നും പറഞ്ഞ് പുറകെ നടന്ന് അമ്മ ഉപ്പുമാവ് കൊടുക്കുക. ഉണ്ണിക്കുട്ടൻ വാസ് നോട്ട് ഉണ്ടാകും. ഉണ്ണിക്കുട്ടൻ ആ കഴിക്കുന്നതിലൊന്നും ഒരു താല്പര്യമില്ലായിരുന്നു. സോ അമ്മ ഗേവ് ഹിം എ സ്മാൾ ഗ്ലാസ് ഓഫ് വാട്ടർ ടു ഡ്രിങ്ക് ദാറ്റ് വുഡ് വാഷ് ഡൗൺ എ സ്മാൾ ക്വാണ്ടിറ്റി ഓഫ് ഉപ്പുമാവ് ഹി ഹാഡ് കൈൻഡ്ലി കൺസെൻറ്റഡ് ടു ഈറ്റ്. അപ്പോൾ അമ്മ ഈ ഉണ്ണിക്കുട്ടൻ്റെ പുറകെ നടന്ന് വാ സ്കൂളിൽ പോകാൻ സമയമായി വാ എളുപ്പം ഇത് കഴിക്കുന്നൊക്കെ പറയുമ്പോൾ ഇവൻ ഇത് കഴിക്കണമെന്നൊന്നും ഒരു താല്പര്യമില്ല. അമ്മ പുറകെ നടന്ന് എന്താ ഈ അമ്മമാർ ചോറും എന്തെങ്കിലുമൊക്കെ നമ്മുടെ പുറകെ കൊണ്ട് നടക്കുമ്പോൾ കയ്യിലൊരു ഗ്ലാസ് വെള്ളവും കാണും അല്ലേ. അതെന്താ, ഇത് ഓരോ ഉരുള അങ്ങോട്ട് വായിൽ വെച്ച് കൊടുക്കുമ്പോൾ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അല്ലേ പെട്ടെന്ന് ഇറങ്ങാനും അല്ലേ ദഹിക്കാനും ഒക്കെ കൂടാണ്. അപ്പോൾ ഈ അമ്മ എന്ത് ചെയ്തു, ആ പുറേ ഗ്ലാസ്സിൽ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് ഈ ഉണ്ണിക്കുട്ടൻ്റെ പുറേ മോനെ ഇത് കഴിക്കുക എന്നും പറഞ്ഞ് കൊടുക്കുന്നതായിട്ടാണ് ആ ഫസ്റ്റ് ഇതിൽ കേട്ടോ. ഇതിനകത്തൊക്കെ ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്, ഞാൻ സ്പീഡിൽ പറഞ്ഞു പോവാം. അപ്പോൾ ഉണ്ണിക്കുട്ടൻ വാസ് വെയിറ്റിംഗ് അതിൻ്റെ അപ്പോൾ ഇങ്ങനെ നടന്നപ്പോൾ നമ്മുടെ കുട്ടേട്ടൻ എന്താ ഈ ഉണ്ണിക്കുട്ടനെയാണ് ആദ്യമായിട്ട് സ്കൂളിൽ കൊണ്ടുപോകുന്നത് കേട്ടോ. കുട്ടേട്ടൻ വാസ് വെയിറ്റിംഗ് ഇംപേഷ്യൻ്റ്ലി ഫോർ ഹിം. അപ്പം ഈ ഉണ്ണിക്കുട്ടനെ വെയിറ്റ് ചെയ്ത് നമ്മുടെ കുട്ടേട്ടൻ നിൽക്കുക. എടാ ഇതിനെ ഒരുക്കി എടുത്തുകൊണ്ട് വേണം കൊണ്ടുപോകാൻ അല്ലേ. ഹി ഹാഡ് ആൾറെഡി ലിഫ്റ്റഡ് ഹിസ് സ്കൂൾ ബാഗ് ഓഫ് ദ നെയിൽ ഓഫ് ദ വാൾ ആൻഡ് ഹാങ്ങിങ് ഇറ്റ് ഓൺ ഹിസ് ഷോൾഡേഴ്സ്. ഉണ്ണിക്കുട്ടൻ വാസ് നോട്ട് അറ്റ് ആൾ. അപ്പോൾ എന്താ നമ്മുടെ മൂത്ത ചേട്ടൻ കുട്ടേട്ടൻ എന്ത് ചെയ്യുന്നറിയോ, അതിൻ്റെ മേലിൽ ആ ആണിയെ തൂക്കിയിട്ടിരുന്ന ബാഗ് എടുത്തിട്ട് എന്ത് ചെയ്തു, അവൻ തോളിലിട്ടിട്ട് ഇങ്ങനെ നിൽക്കുക. പോകാമെന്നുള്ള രീതിയിൽ എൻ്റെ ബാഗ് ഉണ്ടോ തൂക്കിയിട്ടേക്കുന്നത്. ബാഗ് തൂക്കിയിട്ട് നമ്മുടെ കുട്ടേട്ടൻ പോകാൻ തയ്യാറായിട്ട് ഇങ്ങനെ നിൽക്കുക. പക്ഷേ നമ്മുടെ ഉണ്ണിക്കുട്ടൻ വാസ് നോട്ട് അറ്റ്. ഉണ്ണിക്കുട്ടന് നീളമില്ലാത്തതുകൊണ്ട് ആ ആണിയെ കിടക്കുന്ന ബാഗ് അവന് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്തു, ഇത് കണ്ട് മുത്തശ്ശി ടുക്ക്
മുത്തശ്ശി എന്ത് ചെയ്തു, അവിടെ ആ ആണിയെ കിടന്ന സ്കൂൾ ബാഗ് എടുത്ത് ഇവൻ്റെ കൊടുക്കുന്നതായിട്ടാണ്. ഉണ്ണിക്കുട്ടൻ പ്ലേസ് ഇട്ട് ദ ബാഗ് ഓൺ ദ ബെഞ്ച് ഓപ്പൺ ഇട്ട് ഉണ്ണിക്കുട്ടൻ എന്ത് ചെയ്തു, ഈ ബാഗ് എടുത്തുകൊണ്ട് വന്നിട്ട് പെട്ടെന്ന് ആ ബെഞ്ചിലോട്ട് കൊണ്ടുവച്ചിട്ട് എന്ത് ചെയ്തു, ഈ സ്കൂൾ കിറ്റ് കംപ്ലീറ്റ് ദ മലയാളം റീഡർ ഫോർ ദ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആണ് ഇവൻ എന്നിട്ട് ഈ ബാഗ് എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ ടൈം ടേബിൾ എടുത്ത് വെക്കത്തില്ലേ, അതുപോലെ ഈ ബാഗ് എടുത്തുകൊണ്ട് വന്നിട്ട് അത് തുറന്നിട്ട് അവൻ നോക്കുക, എന്താ ഇന്ന് 1ാം ക്ലാസ്സിലാണ് അല്ലേ, മലയാളം റീഡറും അല്ലേ 1ാം ക്ലാസ്സിലെയാണ്, മലയാളം റീഡറിൻ്റെ പുസ്തകം ഉണ്ടോ അല്ലേ, അതുപോലെ തന്നെ സ്ലേറ്റ് ഉണ്ടോ, ഇതൊക്കെ അവൻ ഇങ്ങനെ ഈ ബാഗിനകത്ത് എന്താ തുറന്നു നോക്കുകയാണ്. ദിസ് വാസ് ആക്ച്വലി ഉണ്ണിക്കുട്ടൻ സെക്കൻഡ് സ്ലേറ്റ് ഈസ് ലെസ് ദാൻ അതായത് ഉണ്ണിക്കുട്ടൻ നേരത്തെ ഒരു സ്ലേറ്റ് വാങ്ങിച്ചായിരുന്നു കേട്ടോ. ആ സ്ലേറ്റ് എന്താ പിന്നെ നേരത്തെ പൊട്ടിപ്പോയി അല്ലേ, പിന്നെ അവനിപ്പോൾ 2ാമത്തെ സ്ലേറ്റാണ് ഇത് വാങ്ങിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് അവൻ നല്ല ശ്രദ്ധയോടുകൂടിയാണ് അതെന്താ അടുത്തത് പൊട്ടിക്കഴിഞ്ഞാൽ അല്ലേ, ദ ഫസ്റ്റ് ഹാർഡ് സ്ലിപ്ഡ് ഫ്രം ഹിസ് ഹാൻഡ്സ് ആൻഡ് ബ്രോക്കൺ ടു പീസ്. ഉണ്ണിക്കുട്ടൻ ഹാർഡ് ക്രൈഡ് ഹിസ് ഹേർട്ട് ഔട്ട് ഫോർ എ ന്യൂ വൺ ദെൻ ഹി ഗോട്ട് ഇറ്റ് ഹി വാസ് എക്സ്ട്രാ കെയർഫുൾ വിത്ത് ഇറ്റ്. അപ്പോൾ അവന് ആദ്യം മേടിച്ചു കൊടുത്തത് പൊട്ടിപ്പോയതുകൊണ്ട് 2ാമത്തെ പൊട്ടിപ്പോയ അവനറിയാം അല്ലേ, വീട്ടുകാരുടെ നിന്ന് പൊട്ടിയിട്ട് കിട്ടുമെന്ന്. അതുകൊണ്ട് അവനെന്താ ആ സ്ലേറ്റ് വളരെ ശ്രദ്ധയോടുകൂടിയാണ് അവനെന്താ ആ ബാഗിനകത്തിൽ വെക്കുന്നത് കേട്ടോ. ഞാനിത് സ്പീഡിൽ അങ്ങ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. നിങ്ങളെ പറയാനെങ്കിൽ ഇത് നല്ല വിശാലമായിട്ടൊക്കെ പറയാം, നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറും കൂടെ എടുക്കേണ്ടത് കൊണ്ടാണ് ഞാനിത് സ്പീഡിൽ പറഞ്ഞു വന്നത്. കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇറ്റ് വാസ് കുട്ടേട്ടൻ ഹൂ റോട്ട് ഉണ്ണിക്കുട്ടൻസ് നെയിം ഓൺ ദ ഫ്രെയിം ഓഫ് ദ സ്ലേറ്റ്. ഉണ്ണിക്കുട്ടൻ ഡിഡ് നോട്ട് തിങ്ക് മച്ച് ഓഫ് കുട്ടേട്ടൻസ് ഹാൻഡ് റൈറ്റിംഗ് വെൻ കുട്ടേട്ടൻ റോട്ട് ദ it looked like somebody with a long and craning neck. It was Kuttatan who put a cover to the Malayalam reader. The sheet of brown paper in which the salesman at the textile shop in the market had wrapped Amma's mund and veshti came and handy. അല്ലേ, നോക്കിക്കേ, ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകുന്നു വിചാരിച്ച് നിങ്ങൾ കഥ മനസ്സിലാക്കാൻ വേണ്ടിയാണ് കുഞ്ഞുങ്ങളെ ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. നമ്മുടെ കുട്ടേട്ടനാണ്, ഉണ്ണിക്കുട്ടൻ്റെ ചേട്ടനാണ് കുട്ടേട്ടന്. ഈ കുട്ടേട്ടൻ എന്ത് ചെയ്തു, അവൻ്റെ ആ ആണിയെ തൂക്കിയിട്ടിരുന്ന ബാഗ് എടുത്തിട്ട് അവൻ തോളിൽ തൂക്കിയിട്ടിട്ട് നിൽക്കുക അല്ലേ. ഉണ്ണിക്കുട്ടന് പക്ഷേ അത് ഉയരമില്ലാത്തതുകൊണ്ട് ഉണ്ണിക്കുട്ടൻ അത് എടുക്കാൻ പറ്റത്തില്ല. അപ്പം മുത്തശ്ശി എന്ത് ചെയ്യുക, സ്കൂൾ ബാഗ് ആണിയിൽ നിന്ന് എടുത്ത് ഊരി അവൻ്റെ കയ്യിൽ കൊടുക്കുന്നതായിട്ടാണ് ഫസ്റ്റിൽ കേട്ടോ ഇവിടെ വരെ. പക്ഷേ ഈ ഉണ്ണിക്കുട്ടൻ ബാഗ് ഒരു ബെഞ്ചിൽ എടുത്ത് വെച്ചിട്ട് അത് തുറന്ന് അതിനകത്തിലെ സാധനങ്ങളൊക്കെ ഇത് പരിശോധിച്ചിട്ട് അവൻ്റെ എന്താ സ്കൂളിലെ കിറ്റ് ഇല്ലേ, കിറ്റ് അതെന്ന് വെച്ചാൽ നമ്മൾ ടൈം ടേബിൾ അനുസരിച്ച് വെക്കത്തില്ലേ, എന്നിട്ട് 1ാം ക്ലാസ്സിലെ മലയാളം റീഡറും സ്ലേറ്റും ഒക്കെ എന്ത് ചെയ്തു അതിനകത്തിലുണ്ടോ എന്ന് നോക്കി. ഇപ്പം അവനെ ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ ഈ ഉണ്ണിക്കുട്ടൻ വാങ്ങുന്ന 2ാമത്തെ സ്ലേറ്റാണത് അല്ലേ. ആദ്യത്തേത് അവൻ്റെ കയ്യിൽ നിന്നും വഴുതി നേരത്തെ ഒന്ന് വീണ് പൊട്ടിയതാണ്. അപ്പോൾ പുതിയൊരെണ്ണത്തിനായി ഉണ്ണിക്കുട്ടന് നല്ലതുപോലെ കരഞ്ഞ് നിലവിളിച്ചപ്പോഴാണ് ഈ ഉണ്ണിക്കുട്ടന് 2ാമത്തെ സ്ലേറ്റ് മേടിച്ചു കൊടുത്തത്. അത് കിട്ടിയപ്പോൾ അവൻ എന്താ അത് പൊട്ടാതിരിക്കാൻ വളരെ കെയറായിട്ടല്ലേ, ശ്രദ്ധയോടെ കെയർഫുൾ വിത്ത് ഇറ്റ് എക്സ്ട്രാ കെയർഫുള്ളാണ് അല്ലേ, വളരെ ശ്രദ്ധയോടുകൂടി അവനത് പൊട്ടാതെ മറ്റേതോ പൊട്ടി അല്ലേ 2ാമത്തെ പൊട്ടാതിരിക്കാൻ വേണ്ടി അവന് വളരെ ശ്രദ്ധയോടുകൂടിയായിരുന്നു എടുത്തു വെച്ചത് അല്ലേ. പിന്നെ കുട്ടേട്ടൻ ഹൂ റോട്ടുണ്ട്. പിന്നെ ഈ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ലേറ്റിൻ്റെ ഫ്രെയിം ഈ തടി കൊണ്ടുള്ള സ്ലേറ്റ് ഉണ്ടല്ലോ കുഞ്ഞുങ്ങളെ, ഇപ്പുറത്തെ പടം ഉണ്ട് കണ്ടോ തടി കൊണ്ടുള്ള സ്ലേറ്റ്. അപ്പോൾ അങ്ങനെയുള്ള ഈ സ്ലേറ്റിൻ്റെ ഫ്രെയിം എന്ന് പറയത്തില്ലേ, ഈ ഫ്രെയിമിൽ നമ്മുടെ ഉണ്ണിക്കുട്ടൻ്റെ പേര് എഴുതിയത് കുട്ടേട്ടനാണ്. ഈ ഉണ്ണിക്കുട്ടൻ്റെ പേരെഴുതി ഇതിനകത്തിൽ പറയുന്ന കേട്ടോ, ഉണ്ണിക്കുട്ടൻ്റെ പേരെഴുതിയത് ആരാ, ചേട്ടൻ എന്ന് വെച്ചാൽ നമ്മുടെ കുട്ടേട്ടനാണ്. ഈ കുട്ടേട്ടൻ്റെ ഈ കയ്യക്ഷരത്തെക്കുറിച്ച് ഈ കയ്യക്ഷരം എങ്ങനെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് അതൊന്നും അറിയത്തില്ലല്ലോ. ഈ ചേട്ടൻ്റെ കയ്യക്ഷരം ഇത് നല്ലതാണോ എന്നൊന്നും വലിയ ഇത് അതിലേ എങ്ങനെ ഉരുണ്ടിരിക്കുന്നത് അതൊന്നും കണ്ടിട്ടില്ലല്ലോ, കുഞ്ഞല്ലേ. അപ്പം വലിയ ചിന്തയൊന്നും അവനുണ്ടായിരുന്നില്ല. ഈ കുട്ടേട്ടന് ഈ ഉണ്ണിക്കുട്ടൻ എഴുതിയതിൻ്റെ എന്നെഴുതിയതുണ്ടല്ലോ, എന്നെഴുതിയത് ഒരു നീണ്ട വളഞ്ഞ കഴുത്തുള്ള ഒരു ആൾ നിൽക്കുന്ന പോലെ അല്ലേ. ഇവിടെ കൊടുത്തിട്ടുണ്ട് കുട്ടേട്ടൻ ലുക്ക് ലൈക്ക് സംതിങ് വിത്ത് എ ലോങ് ക്രെയിനിങ് നെക്ക്. കണ്ടോ, നീണ്ട കഴുത്തുള്ള ഒരാളെ പോലെ തോന്നി, കഴുത്തുള്ള ഒരു നിൽക്കുന്ന പോലെ തോന്നി. മലയാളം റീഡറിന് ഒരു കവർ ഇട്ട് കൊടുത്തത്, നമ്മുടെ മലയാളം പുസ്തകത്തിന് അതിന് കവർ ഇട്ട് കൊടുത്തത് നമ്മുടെ ചേട്ടനാണ് അനിയൻ്റെ പുസ്തകം പൊതിഞ്ഞു കൊടുത്തത്. ഈ കടകളിൽ നിന്ന് ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന സെയിൽസ്മാൻ ഈ അമ്മയ്ക്ക് കൊടുത്ത മുണ്ടും വേഷ്ടി കേട്ടോ, പൊതിഞ്ഞ ഒരു ബ്രൗൺ പേപ്പർ ഉണ്ടല്ലോ കുഞ്ഞുങ്ങളെ, ഇത് പൊതിഞ്ഞ് തരുമല്ലോ നമുക്ക് തുണിക്കടയിൽ നിന്നൊക്കെ കിട്ടുമല്ലോ, നമ്മൾ തുണി പൊതിഞ്ഞ് തരുന്ന ഒരു ബ്രൗൺ കളറിലെ പേപ്പർ, അത് വെച്ചാണ് ഇവൻ ഈ പുസ്തകം പൊതിഞ്ഞു കൊടുത്തത്.
കേട്ടോ. അതുപോലെ തന്നെ ഉണ്ണിക്കുട്ടൻ ഓപ്പൺഡ് ദ മലയാളം റീഡർ. ഉണ്ണിക്കുട്ടന് ഈ മലയാളം പുസ്തകം തുറന്നു നോക്കുകയാണ്. അപ്പോൾ അതിനകത്തിൽ എന്തൊക്കെയുണ്ടെന്നത് പീകോക്ക് ഫെദർ ആൻഡ് ദ പീസ് ഓഫ് സിൽവർ പേപ്പർ ഹി ഹാഡ് കളക്റ്റഡ് ലേ സേഫ്ലി ബിറ്റ്വീൻ ദ പേജസ്. എന്ന് വെച്ചാൽ ഈ ഉണ്ണിക്കുട്ടൻ മലയാളം റീഡർ തുറന്നു നോക്കുമ്പോൾ മയിലിൻ്റെ തൂവലുണ്ടല്ലോ, അത് ആ മയിൽപീലിയും അതുപോലെ തന്നെ താൻ നേരത്തെ ശേഖരിച്ച് വെച്ച ഒരു വെള്ളി കടലാസ് കഷ്ണവും ആ പേജുകൾക്കിടയിൽ അവൻ സുരക്ഷിതമായിട്ട് സൂക്ഷിച്ചു വെച്ചായിരുന്നു. സ്ലേറ്റിൽ എഴുതിയ തൻ്റെ പേര് നോക്കി ഈ ഉണ്ണിക്കുട്ടനും എന്ത് ചെയ്തു, മുഖം ഒന്ന് ഈ സ്കൗൾഡ് എന്ന് വെച്ചാൽ ചുളിക്കുക. ഈ ഉണ്ണിക്കുട്ടൻ്റെ പേരുണ്ടല്ലോ, സ്ലേറ്റിൽ എഴുതിയ പേര് നോക്കിയിട്ട് ഉണ്ണിക്കുട്ടൻ്റെ മുഖം ഒരുമാതിരി ഇത് എന്തൊരു എഴുത്തായില്ലേ, ഈ ചേട്ടൻ ഇത് എന്ത് എഴുതി വെച്ചേക്കുന്നത് അല്ലേ, വല്ലാത്ത രീതി ഉണ്ണിക്കുട്ടൻ്റെ മുഖം ഒന്ന് നോട്ട് ഗുഡ്, ഇത് നല്ലതല്ല എന്നവ പറഞ്ഞു കേട്ടോ. ഇത് എന്തു എഴുതി വെച്ചേക്കുന്നില്ലയോ, ഇത് അത്ര നല്ലതല്ലെന്ന് പറയുന്നതാണ്. അടുത്തൊക്കെ ദ നെയിം ഷുഡ് ഹാവ് ബീൻ റിട്ടൺ ഇൻ ഇംഗ്ലീഷ്. കുട്ടേട്ടൻ ഹാഡ് റിട്ടൺ ഓൺലി ദ ഇനിഷ്യൽ ഓഫീസർ നെയിം PC ഇൻ ഇംഗ്ലീഷ്. ഇവിടെ പേര് ഇംഗ്ലീഷിൽ എഴുതണമായിരുന്നു, പക്ഷെ കുട്ടേട്ടന് PC എന്ന അല്ലേ പേരിൽ ഇംഗ്ലീഷുകൾ മാത്രമേ PC എന്ന ഇനിഷ്യൽ മാത്രമേ ഇവിടെ നോക്കണേ കുഞ്ഞുങ്ങളെ. ഇവിടെ പേര് ഇംഗ്ലീഷിലായിരുന്നു എഴുതേണ്ടത് അല്ലേ. കുട്ടേട്ടന് PC എന്ന പേരിൻ്റെ ഇംഗ്ലീഷ് PC എന്നത് മാത്രമാണ് ഇംഗ്ലീഷിൽ എഴുതിയത്. മനസ്സിലായോ? PC എന്നത് മാത്രമാണ് അവിടെ ഇംഗ്ലീഷിൽ എഴുതിയത്. പിന്നെയോ അടുത്ത ബാക്കി എന്താ, PC ഇനിഷ്യൽ മാത്രം ഇംഗ്ലീഷിൽ എഴുതിയിട്ട് ബാക്കി മലയാളത്തിൽ എഴുതിയെന്ന് മനസ്സിലായോ. ചേട്ടൻ അനിയൻ്റെ ഇവിടെ ഉണ്ണിക്കുട്ടൻ PC എന്ന് കണ്ടോ, PC മാത്രം ഇംഗ്ലീഷിൽ എഴുതിയിട്ട് ഉണ്ണിക്കുട്ടൻ എന്നുള്ളത് മലയാളത്തിലും എഴുതിയെന്ന് കേട്ടോ. ഇത് മൊത്തം ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നുണ്ടാവും കേട്ടോ. ഓക്കെ. Kutteta took a small piece of a slate pencil from the pocket on his trousers and extended to ഉണ്ണിക്കുട്ടൻ. ഉണ്ണിക്കുട്ടൻ scrawled against just a piece of അതായത് നമ്മുടെ ഈ കുട്ടേട്ടൻ ഉണ്ടല്ലോ, പോകാനപ്പോൾ എല്ലാം തയ്യാറെടുത്തുണ്ട്. അപ്പോൾ കുട്ടേട്ടൻ അവിടെ നിന്നിട്ട് അവൻ്റെ ട്രൗസറിൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു ചെറിയ സ്ലേറ്റ് പെൻസിൽ എടുത്തിട്ട് ഈ ഉണ്ണിക്കുട്ടൻ്റെ നേരെ നീട്ടി. ഈ ഉണ്ണിക്കുട്ടൻ വീണ്ടും അവിടെ നിന്ന് മുഖം ചൊളിച്ചു. ഒടിഞ്ഞല്ലേ, സ്കൂളിൻ്റെ ആദ്യ ദിവസം വെറും ഒരു കഷ്ണമോ, എനിക്ക് ഫുൾ പെൻസിൽ വേണമെന്ന് പറഞ്ഞ് ഐ വാണ്ട് എ ഫുൾ വൺ, എനിക്ക് ഒരു വലിയ പെൻസിൽ തന്നെ വേണമെന്ന് പറഞ്ഞ് ഉണ്ണിക്കുട്ടൻ അവിടെ നിന്ന് ഷൗട്ട് ചെയ്യുന്നതാണ് അല്ലേ, അവിടെ കിടന്ന് അലറുകയാണ് അല്ലേ. സ്കൂളിൽ പോകാൻ നേരം രാവിലെ അവിടെ പടം കൊടുത്തിട്ടുണ്ട് അവിടെ. സ്കൂളിൽ പോകാൻ നേരം രാവിലെ എണീച്ചിട്ട് ഉണ്ണിക്കുട്ടൻ്റെ ട്രൗസറിൽ നിന്ന് കുട്ടേട്ടൻ അവൻ്റെ ട്രൗസറിൽ നിന്ന് ഒരു ചെറിയ ഒടിഞ്ഞ പെൻസിൽ എടുത്തിട്ട് നീ ഇത് കൊണ്ടുപോയില്ലയോ, കുട്ടേട്ടൻ്റെ ട്രൗസറിൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു ചെറിയ പെൻസിൽ എടുത്തിട്ട് ഉണ്ണിക്കുട്ടനെ നേരെ നീട്ടി. ഉണ്ണിക്കുട്ടൻ വീണ്ടും ചെയ്യണോ, ഇവൻ സ്കൗൾഡ് ഇവിടെ മുഖം ചൊലിച്ചു. മുമ്പേ ആ ഉണ്ണിയുടെ എഴുതിയപ്പോഴും ഇതുപോലെ ആയിരുന്നു അല്ലേ. എന്നിട്ട് ഒരു ചെറിയ പെൻസിൽ എടുത്ത് അവൻ അവിടെ നിന്ന്, എനിക്ക് ഈ സ്കൂൾ തുറക്കുന്ന ദിവസമായിട്ട് ഈ മുറിഞ്ഞ പെൻസിലൊന്നും പറഞ്ഞ് ഇവൻ അവിടെ കിടന്ന് അലർന്നതാണ്. എങ്കിൽ ഇഫ് യു ഡോണ്ട് വാണ്ട് ഇറ്റ് കുട്ടേട്ടൻ ഫ്ലങ് ദ പീസ് ഓഫ് പെൻസിൽ ടു ദ ഫ്ലോർ ആൻഡ് സ്റ്റാമ്പ്ഡ് ഓൺ ഇറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരി, നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, നിനക്ക് ഞാൻ ഒടിഞ്ഞ അതിൽ ഒരെണ്ണം തന്നതല്ലേ, നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട. കുട്ടേട്ടൻ ആ പെൻസിൽ കഷ്ണം എന്ത് ചെയ്തു, ആ തറവിലോട്ട് അവിടോട്ട് എടുത്ത് അങ്ങ് എറിഞ്ഞു കൊടുത്തു എന്നാണ്. പക്ഷേ ഉണ്ണിക്കുട്ടൻ ലുക്ക്ഡ് അറ്റ് ഹിം ഫ്യൂരിയസ്ലി. കുട്ടേട്ടൻ വാസ് നോട്ട് ദ സെയിം ആഫ്റ്റർ he passed into the fourth standard. He was too proud and rude. He was showing off because he had been made of the class monitor. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണിക്കുട്ടന് അവനെ ദേഷ്യത്തോടെ ഒന്ന് നോക്കി അല്ലേ, ഫ്യൂരിയസ്ലി എന്നാണ് കേട്ടോ. ഉണ്ണിക്കുട്ടൻ ലുക്ക്ഡ് അറ്റ് ഹിസ് ഫ്യൂരിയസ്ലി, അതിനെ ദേഷ്യത്തോടെ ഒന്ന് നോക്കി. എന്നിട്ട് 4ാം ക്ലാസ്സിൽ അങ്ങോട്ട് പാസ്സായപ്പോഴേക്കും അല്ലേ, 4ാം ക്ലാസ് ഇവനങ്ങോട്ട് പാസ്സായപ്പോഴത്തേക്കും ഇവനങ്ങ് പുതിയ ആളായല്ലോ, ഇവന് ഭയങ്കര അഹങ്കാരമൊക്കെ ആയോ അല്ലേ. ഇപ്പോൾ ഇയാൾ ടു പ്രൗഡ് ആൻഡ് റൂഡ്, ഇവനെ ഈ 4ാം ക്ലാസ്സിൽ ജയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങ് വലിയ ആളായെന്നുള്ള ഭാവം നമ്മൾ പറയത്തില്ലേ അല്ലേ. അവൻ തന്നെയല്ല ക്ലാസ്സിലെ മോണിറ്റർ ആക്കിയതിൽ അവന് ഇച്ചിരി പൊങ്ങച്ചോ ഉണ്ട്. സ്കൂളിലെ അവനെയാണ് നമ്മുടെ ഉണ്ണിക്കുട്ടനെയാണ്, ഉണ്ണിക്കുട്ടനല്ലല്ലോ, കുട്ടന്മാരെല്ലാം കൂടെ കൂടി അവൻ്റെ പേര് കുട്ടേട്ടനെയാണ് സ്കൂളിലെ മോണിറ്ററായിട്ട് നിയമിച്ചത്. അപ്പോൾ അതിൻ്റെയും കൂടെ ഇയാൾക്ക് ഭയങ്കര ഗമയാ എന്ന് പറയുന്നത് അല്ലേ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? മനസ്സിലാക്കുക എന്നുള്ള കേട്ടോ. കാരണം നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്. ഉണ്ണിക്കുട്ടൻ അവൻ്റെ ദേഷ്യത്തോടെ നോക്കി. 4ാം ക്ലാസ്സിൽ പാസ്സായ ശേഷം ഈ കുട്ടേട്ടനുണ്ടല്ലോ പഴയതുപോലെ ഒന്നും ആയിരുന്നില്ല. അവൻ വളരെ ഭയങ്കര ഒരുമാതിരി പരിക്കൻ സ്വഭാവമായിട്ട് അങ്ങ് മാറി. ക്ലാസ്സിൻ്റെ മോണിറ്റർ ആയതിനാൽ അവൻ ഇച്ചിരി പൊങ്ങച്ചം കാണിക്കുവാന്നോ എന്ന് പറയുന്നതായിട്ടാണ് കേട്ടോ. ഐ വാണ്ട് എ ഫുൾ സ്ലേറ്റ് പെൻസിൽ. ഉണ്ണിക്കുട്ടൻ വിംബേഡ്, എനിക്ക് എന്ത് വേണം, എനിക്ക് ഒരു ഫുൾ സ്ലേറ്റ് പെൻസിൽ തന്നെ വേണമെന്ന് പറഞ്ഞ് അവൻ അവിടെ കിടന്ന് ഉണ്ണിക്കുട്ടൻ കിടന്ന് വിംബേഡ് എന്ന് വെച്ചാൽ പിറുപിറുക്കുക
എന്ന് കേട്ടോ. അച്ഛൻ ഹൂ കെയിം ഔട്ട് ഇൻ ടു ദ വരാന്ത ഫിഷ്ഡ് ഔട്ട് എ പെൻസിൽ ഫ്രം ദ ലെഡ്ജ് ഓവർ ദ ഡോർ ആൻഡ് ഗേവ് ഇറ്റ് ടു ഉണ്ണിക്കുട്ടൻസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഇത് കേട്ടോണ്ട് നമ്മുടെ വരാന്തയിലേക്ക് ഇറങ്ങിയ അച്ഛന് വാതിലിന് മുകളിലുള്ള ഒരു വരമ്പ്, ഈ പായൊക്കെ കെട്ടി വെച്ചേക്കുന്ന പണ്ടുള്ള കാലത്തെ കുഞ്ഞുങ്ങൾ കേട്ടോ, പഴയ ഒരു വീടാണ്. അപ്പോൾ ആ പായയുടെ ആ വരമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്ന ആ വരമ്പിനകത്തു നിന്ന് ഒരു പെൻസിൽ എടുത്ത് പുറത്തോട്ട് എടുത്തിട്ട് ഈ ഉണ്ണിക്കുട്ടൻ അങ്ങ് കൊടുക്കുന്ന, ഗേവ് ഇൻ ടു ദ ഉണ്ണിക്കുട്ടൻ. ബട്ട് ദെയർ വാസ് സംതിങ് എൽസ്. പക്ഷേ എന്താ മറ്റെന്തോ ഉള്ളതുപോലെ അല്ലേ, എന്തായിരുന്നു ഉണ്ണിക്കുട്ടൻ മറ്റെന്തോ അവൻ ആവശ്യപ്പെടുന്ന പോലെ അല്ലേ, അവന് വേണമായിരുന്നു. എന്താണ്? ഹീ പോയിന്റഡ് ടു ദ ലെഡ്ജ് അണ്ടർ ദ റൂഫ് ആൻഡ് സെഡ് മൈ സാൻഡൽസ്. അതുകൊണ്ട് അതെ, മേൽക്കൂരയ്ക്ക് താഴെയുള്ള ആ വരമ്പിലേക്ക് അവൻ വിരഞ്ചു കൊണ്ടുകൊണ്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? എൻ്റെ ചെരുപ്പുകൾ, ഇനി അവിടെ ഇരിക്കുന്ന എൻ്റെ ചെരുപ്പും, സാൻഡൽസ് എന്ന് വെച്ചാൽ ഇവിടെ ചെരുപ്പ്, എൻ്റെ ചെരുപ്പും കൂടി ഇങ്ങനെ എടുത്തേ കേട്ടോ എന്ന് പറയുന്നതാണ്. പക്ഷേ ഇറ്റ് ഈസ് ബെറ്റർ ടു ഗോ ബെയർ ഫൂട്ട്. മുത്തശ്ശൻ ഹൂ വാസ് വാച്ചിങ് ഹിം സെഡ്, if you walk with it in this rain you will splash mud all over your clothes. Unnikuttans raised, Muttachan was right. It was better to walk barefoot when the rain had made the puddles on the path. എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഒരു കാര്യം ചെയ്യും, ഇന്ന് ചെരുപ്പ് കൊണ്ടുപോകണ്ട, കാരണം ഈ ഭയങ്കര മഴ പെയ്തുകൊണ്ടിരിക്കുമല്ലോ നിങ്ങളെ. അപ്പം ചെരുപ്പ് ഇട്ടോട്ട്, ബെയർ ഫുട്ട് എന്ന് വെച്ചാൽ നഗ്നപാതയായി, ചെരുപ്പില്ലാതെ കേട്ടോ, നഗ്നപാതനായിട്ട് പോകുന്നതാ മോനെ ഇന്ന് നല്ലത് കേട്ടോ. അവനെ നോക്കിക്കൊണ്ടിരുന്ന് മുത്തച്ഛൻ അവിടെ നിന്ന് പറഞ്ഞു, ഈ മഴയത്ത് നീ എന്ത് ചെയ്യുക, ഈ ചെരുപ്പും കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിന്റെ വസ്ത്രത്തിൽ മുഴുവൻ ഇന്ന് ചെളി പുരളും അല്ലേ. ചെരുപ്പിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ബാക്കിലോട്ട് ഇങ്ങനെ തട്ടി നിന്റെ തുണി മൊത്തവും ഇന്ന് ചെളി പറ്റും അല്ലേ. മുത്തശ്ശൻ പറഞ്ഞത് ശരിയാണെന്ന് ഉണ്ണിക്കുട്ടന് മനസ്സിലായി. മഴ പെയ്ത് വഴിയിൽ ചെളി നിറഞ്ഞപ്പോൾ നഗ്നപാതനായി നടക്കുന്നതാണ് അല്ലേ, റോഡ് മൊത്തം ചെളി ആയതുകൊണ്ട് എന്നാൽ ചെരുപ്പില്ലാതെ പോകാമെന്ന് നമ്മുടെ ഉണ്ണിക്കുട്ടൻ തീരുമാനിക്കുന്നതാണ്. ഇറ്റ് വാസ് ടൈം ഫോർ അച്ഛൻ to go to his office. Today he would take Unnikutan to the school and get him admitted before going to office. എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ ഓഫീസിലേക്ക് പോകേണ്ട സമയമായി. ഇന്ന് അവന് ഉണ്ണിക്കുട്ടനെ സ്കൂളിൽ കൊണ്ടുപോയി അഡ്മിഷൻ വാങ്ങിയിട്ട് വേണം എനിക്ക് ഓഫീസിലോട്ട് പോകാൻ, നിന്നെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് വേണം എനിക്ക് അവിടെ ഓഫീസിലോട്ട് പോകാൻ കേട്ടോ. ഇറ്റ് വാസ് ഡ്രിസ്ലിംഗ്. ഓക്കെ, ഡ്രിസ്ലിംഗ്, അവിടെ നല്ല എന്തോ നിങ്ങളെ നല്ല ചാറ്റൽ മഴ അല്ലേ, മഴ ഇങ്ങനെ ചന്നിക്കൊണ്ടേ ഇരിക്കുകയാണ്, പെയ്യുന്നുണ്ട്. അച്ഛന് എന്ത് ചെയ്തു? അച്ഛൻ ഓപ്പൺഡ് ഹിസ് അംബർല. ഉണ്ണിക്കുട്ടൻസ് ഓപ്പൺഡ് ഹിസ് ബേബി അംബർല ടു. ഉണ്ണിക്കുട്ടൻ അതിൻ്റെ കുഞ്ഞ് അംബർല, കുഞ്ഞു കുടയും നൂത്ത്, അച്ഛൻ ആ വലിയ കുടയും നൂത്ത് രണ്ടുപേരുടെ പോവുക. വാ കം ലെറ്റ്സ് ഗോ സെഡ് അച്ഛൻ. അച്ഛൻ പറഞ്ഞു വാ നമുക്ക് പോവാം എന്നും പറഞ്ഞ് പോവുക. ദേ വോക്ക്ഡ് വിത്ത് സ്ലോ സ്റ്റെപ്പ് ടു ദ സ്കൂൾ. ദേ വെയർ വാച്ച്ഫുൾ ഓഫ് speeding lorries. Their wheels would roll over puddles that splash water on them. Fortunately none came. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സ്കൂളിലോട്ട് പതുക്കെ ഇങ്ങനെ ചൂടുവെച്ച് ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. വേഗത്തിൽ പായുന്ന ലോറികളെ അവനിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. പറന്നുണ്ട് റോഡിലെല്ലാം കണ്ട വെള്ളക്കെട്ടുകൾ ഇങ്ങനെ കിടക്കുക. അപ്പോൾ ഈ ലോറികളൊക്കെ ഇങ്ങനെ പറന്നു പോകുന്നതൊക്കെ ഇല്ലേ, സ്പീഡിൽ പോകുന്നതൊക്കെ അവനിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് പോവുക. അവരുടെ ആ വണ്ടികളുടെ ചക്രങ്ങൾ വെള്ളക്കെട്ടുകളിൽ ഇങ്ങനെ ഉരുണ്ടു കൂടി ഇങ്ങനെ വെള്ളം തെറിപ്പിച്ച് പോകുന്നത് ഇവൻ കാണുന്നുണ്ട്. ഭാഗ്യവശാൽ അന്നേരം അവരുടെ അടുത്ത് കൂടിയൊന്നും അവിടെ അതിലേക്കൂടെ നൺ ഓഫ് കമാരും വന്നിട്ടില്ല കേട്ടോ, അതിലേക്കൂടെ. അല്ലെങ്കിൽ ആ വെള്ളം തെറിപ്പിച്ച് അവരുടെ തുണി മൊത്തം വെള്ളമാവും. അതുകൊണ്ട് എന്തായാലും അന്നേരം ഒന്നും വന്നില്ല എന്നാണ് അവിടെ പറയുന്നത്. അടുത്ത തൊട്ടിപ്പുറത്ത് ഞാൻ ഈ കറക്റ്റായിട്ടൊന്നും അല്ലേ കുഞ്ഞുങ്ങളെ പറയുന്നത്, സംഭവം എളുപ്പം സ്പീഡിൽ വായിച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ഇതിനകത്തിൽ എടുക്കണം. ഒറ്റ ഇതിൽ തന്നെ എല്ലാം എടുക്കേണ്ടത് കൊണ്ട് ഒരു ഇച്ചിരി സ്പീഡിൽ പോകുന്നതാണ്. അതുകൊണ്ട് കഥ നിങ്ങളെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി അങ്ങ് വായിച്ചു പോകുന്നതേ ഉള്ളൂ കേട്ടോ. ഉണ്ണിക്കുട്ടൻസ് വാസ് സ്ട്രക്ക് അല്ലേ, സ്ട്രക്ക് ബൈ ദ cries of crows. Why were they making such a noise? He wanted. The rains must have brought down their nest on the trees, he guessed. എന്ന് വെച്ചാൽ കാക്കകളുടെ കരച്ചിൽ കേട്ടി ഉണ്ണിക്കുട്ടൻ ഇങ്ങനെ, കാക്കകളെല്ലാം കൂടെ കിടന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ കരയുക അല്ലേ, അവനിങ്ങനെ കാക്കകളുടെ കരച്ചിൽ കേട്ട് ഉണ്ണിക്കുട്ടൻ ഇങ്ങനെ ഞെട്ടി തിരിഞ്ഞു നോക്കി. അവ എന്തിനാണ് ഇങ്ങനെ കിടന്ന് ശബ്ദം ഉണ്ടാക്കുന്നതെന്ന് ചിന്തിച്ചു. എന്തിനൊക്കെ വൈ വെയർ ദേ മേക്കിംഗ് സച്ച് എ നോയ്സ് അല്ലേ, ഹി വാണ്ടേഡ്. അവൻ എന്തിനാ ഇത് കിടന്ന് ചുമ്മാ ഇങ്ങനെ കരയുന്നത് അല്ലേ. അപ്പം മഴയിലെ മരങ്ങളിൽ അവയുടെ കൂടുകൾ തകർന്നു വീണിട്ടുണ്ടാകുമെന്ന് അവൻ വിചാരിക്കുക. ചിലപ്പോൾ അവൻ ഗസ് ചെയ്യുക, ചിലപ്പോൾ ഈ ശക്തമായ മഴയൊക്കെ പെയ്യുമ്പോഴേ അതിൻ്റെയൊക്കെ കൂട് ചിലപ്പോൾ പൊളിഞ്ഞു കാണും അല്ലേ. നെക്സ്റ്റ് ബ്രോട്ട് ഡൗൺ, ചിലപ്പോൾ അത്
പൊളിഞ്ഞ് താഴെ വല്ലതും വീണ് കാണും, അങ്ങനെ പേടിച്ച് നശിച്ച് കാണുമല്ലോ, അതൊക്കെ എന്ന് അവൻ ഉള്ളിൽ ഗസ് ചെയ്തു. കം ഓൺ ഫാസ്റ്റർ, ഇറ്റ്സ് ടൈം ഫോർ ദ ബെൽ. അച്ഛൻ ഹസ്റ്റഡ് ഹിം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാ വേഗം വാ, ബെല്ലടിക്കാൻ സമയമായി. അച്ഛൻ അവനെ വാ വേഗം വാ, അച്ഛൻ അവനെ പെട്ടെന്ന് വിളിക്കുന്ന, വാ വേഗം വാ, ബെല്ലടിക്കാൻ നേരമായി. ആസ് ദേ എൻറ്റേർഡ് ദ സ്കൂൾസ് കമ്പൗണ്ട്, ഉണ്ണിക്കുട്ടൻസ് എക്സൈറ്റ്മെന്റ് ഗേവ് away to nervousness. Everything was new to him, including the hundreds of children who were making all the noise in the world. As they climbed the steps to the veranda, Unnikuttans saw the vast array of umbrellas, some with hook handles hang on the rafters under the roof. Open umbrellas, both the cloth and the palm leaves filled up the veranda. There were small puddles of water on the floor, clearer than the puddles on the road. Unnikuttans thought. അതായത് ഈ വരാന്ത ഇവര് സ്കൂൾ കോമ്പൗണ്ടിലോട്ട് കയറിയപ്പോൾ ഉണ്ണിക്കുട്ടൻ്റെ ആവേശം അല്ലേ, സ്കൂളിലോട്ട് കയറിയില്ല, ആദ്യമായിട്ട് സ്കൂളിൽ പോവുക, അവനിങ്ങനെ വല്ലാതെ പരിഭ്രാന്തമായിട്ട് ഇങ്ങനെ നിൽക്കുക. ലോകത്തിലെ എല്ലാ ശബ്ദങ്ങളും ഉണ്ടാക്കുന്ന 100 കണക്കിന് കുട്ടികൾ ഉൾപ്പെടെ എല്ലാം പുതിയതായിട്ട് തോന്നി. അവൻ അങ്ങോട്ട് സ്കൂളിലോട്ട് ചെന്നപ്പോൾ കുട്ടികളെല്ലാം സംസാരിക്കുന്നതൊക്കെ കേൾക്കത്തില്ലേ, 100 കണക്കിന് കുട്ടികൾ ഉൾപ്പെടെ എല്ലാം അവനന്നേരം അതൊരു പുതിയതായിട്ടാണ് തോന്നിയത് അല്ലേ. വരാന്തയിലേക്കുള്ള പടികൾ കയറുമ്പോൾ ഉണ്ണിക്കുട്ടന് വിശാലമായ കുടകളുടെ എല്ലാം, ഈ മഴയല്ലായിരുന്നു അപ്പം, വിശാലമായ കുടകളെല്ലാം ഇങ്ങനെ വരിവരിയായിട്ടിരിക്കുന്ന ഇവൻ കണ്ടു. മേൽക്കൂരയ്ക്ക് താഴെയുള്ള ഒരു ചങ്ങലയിൽ കൊളുത്തുകളിൽ തൂക്കിയിട്ടിരിക്കുന്ന ചിലത് അവൻ കണ്ടു. തുണിയും പനയോലയും കൊണ്ട് നിർമ്മിച്ച തുറന്ന കുടകൾ വരാന്ത ഇങ്ങനെ നിറച്ചു വെച്ച്, തുണിയും പനയോല കൊണ്ടുണ്ടാക്കിയ കുടയുണ്ട്, അല്ലാതെ തുണി കൊണ്ടുണ്ടാക്കിയ കുടയുണ്ട്, ഒരുപാട് കുടകളൊക്കെ പലതരത്തിലുണ്ട്. അവിടെ പടം കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കേട്ടോ. പലതരത്തിലുള്ള കുടകളൊക്കെ അവിടെ നിരത്തി വെച്ചിരിക്കുന്ന അവൻ കണ്ടു അല്ലേ. പിന്നെയോ തറയിൽ ചെറിയ കുടങ്ങൾ, വെള്ളം കുടിക്കാൻ വേണ്ടിയൊക്കെ ഇവർ കുടങ്ങൾ പിന്നെ ഉണ്ടായിരുന്നു. റോഡിലെ കുളങ്ങളെക്കാൾ വ്യക്തതയുള്ളതായിരുന്നു. ഉണ്ണിക്കുട്ടൻ അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കുന്നതായിട്ടാണ് ബണ്ടിൽസ് ഉണ്ണിക്കുട്ടൻസ് തോട്ടം. ഉണ്ണിക്കുട്ടൻ അവിടെ നിന്ന് ഓരോന്ന് എൻ്റെ സ്കൂളിൻ്റെ വട്ടം കുറേ കുടകൾ അല്ലേ, പനയോല കൊണ്ടുണ്ടാക്കിയ കുടകൾ, തുണി കൊണ്ടുണ്ടാക്കിയ കുടകൾ, പിന്നെ ഇവിടെ ഒരു കമ്പിയെ തൂക്കിയിട്ടിരിക്കുന്നതാണ്, ഈ സാധനം എന്തുവാന്ന് ഇങ്ങനെയൊക്കെ അവനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഉണ്ണിക്കുട്ടൻ ഗെയ്സ് അറ്റ് അയൺ ഡിസ്ക് ആൻഡ് ദ റോഡ് ടൈഡ് ടു ഹാങ്ങിങ് ഫ്രം ദ റാഫ്ലർ. അതായത് ഉണ്ണിക്കുട്ടൻ ഇരുമ്പ് ഡിസ്ക് ഉണ്ടല്ലോ നിങ്ങൾ, ഇരുമ്പ് ഡിസ്കുകളിലേക്കും അതിൽ കെട്ടിയിരുന്ന ഒരു വടിയിലേക്കും അല്ലേ, അതിനകത്തിൽ ഒരു ഡിസ്ക്, അയൺ ഡിസ്ക് ആൻഡ് റോഡ് ടൈഡ് ടു അല്ലേ, ഒരു തൂങ്ങിക്കിടക്കുന്ന ഒരു ദണ്ട്. അതായത് നമ്മുടെ ഈ ബെല്ലുണ്ടല്ലോ, അവൻ ആദ്യമായിട്ട് കാണുമല്ലോ, അതാ ബെല്ലടിക്കുന്നത്. ഉണ്ണിക്കുട്ടൻ്റെ നോട്ടം ശ്രദ്ധിച്ച അച്ഛൻ നോട്ടീസ്ഡ് ഉണ്ണിക്കുട്ടൻ ലുക്ക് സൈ. ഉണ്ണിക്കുട്ടൻ ഇത് നോക്കി നിൽക്കുന്നത് അച്ഛൻ കാണുന്നുണ്ട്. ദാറ്റ് ഈസ് ദ സ്കൂൾ ബെൽ. അതാ നിങ്ങളുടെ സ്കൂൾ ബെൽ കേട്ടോ. നീ ഇങ്ങനെ കുറേ നേരം കൊണ്ട് അതിലോട്ട് നോക്കിയിരിക്കുന്നില്ല, അത് നിങ്ങളുടെ സ്കൂൾ ബെല്ലാണ് അല്ലേ. അപ്പോൾ ദീസ് വാസ് ദ ബെൽ അച്ഛൻ വാസ് ടോക്കിംഗ് എബൌട്ട് അല്ലേ. അപ്പോൾ അച്ഛൻ പറഞ്ഞ മണി ഇതായിരുന്നോ? അച്ഛൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ അച്ഛൻ പറഞ്ഞ മണി ഇതായിരുന്നോ അല്ലേ. ഐ മാൻ വാസ് ഗ്രേയിങ് ഹെയർ കം ഔട്ട് ഓഫ് ദ റൂംസ് ഷീ ലുക്ക് ആൻഡ് അച്ഛൻസ് ഹി ഹാഡ് ലെഡ് ഉണ്ണിക്കുട്ടൻ ആൻഡ് അച്ഛൻ റൂം ഇൻ ദ മിഡിൽ ഓഫ് ദ വരാന്ത. ഹി ഈസ് എ ഹെഡ് മാസ്റ്റർ. അച്ഛൻ വിസ്പേർഡ് ടു ഉണ്ണിക്കുട്ടൻസ് ദേ എൻറ്റേർഡ് ദ റൂം. അതായത് ഈ ഒരു മുറിയിൽ നിന്നും ഒരു നരച്ച മുടിയുള്ള കേട്ടോ, ഗ്രേയിങ് ഹെയർ, ഒരു നരച്ച മുടിയുള്ള ഒരാൾ അന്നേരം പുറത്തോട്ട് ഇറങ്ങി വന്നു. അയാൾ അച്ഛനുമായിട്ട് ഇങ്ങനെ കയ്യിൽ പിടിച്ച് ഷൈക്കാനൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ ഉണ്ണിക്കുട്ടനെയും അച്ഛനെയും ഒക്കെ വരാന്തയുടെ നടുവിലുള്ള ഒരു മുറിയിലോട്ട് അങ്ങ് കൊണ്ടുപോയി. അദ്ദേഹമാണ് നമ്മുടെ ഹീ ഈസ് എ ഹെഡ് മാസ്റ്റർ. അദ്ദേഹമാണ് നമ്മുടെ ഹെഡ് മാസ്റ്റർ. അച്ഛൻ എന്ത് ചെയ്യുന്നു? വിസ്പേർഡ് ഒന്ന് അച്ഛനെ ഈ പിറുപിറുക്ക് ഒന്നും വിസ്പേർഡ് എന്ന് വെച്ചാൽ പിറുപിറുക്കുക, നമ്മളിപ്പോൾ ഇതൊക്കെ പറയത്തില്ലേ, അടക്കം പറയുന്നത്, അതേ രീതിയിൽ കാര്യം പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇദ്ദേഹമാണ് നമ്മുടെ ഹെഡ് മാസ്റ്റർ എന്ന് ഈ കുട്ടിയോട് പറയുന്നതായിട്ടാണ്. പിന്നെയോ ദ ഹെഡ് മാസ്റ്റർ ആൻഡ് അച്ഛൻസ് സാറ്റ് ഓൺ ദ ചെയർ അക്രോസ് എ ടേബിൾ. അവരപ്പുറവും ഇപ്പുറവും അച്ഛനും ഈ ഹെഡ് മാസ്റ്ററും കൂടെ ഇരിക്കുകയാണ്. ഉണ്ണിക്കുട്ടൻ സ്റ്റുഡ് ലേണിംഗ് എഗെയിൻസ്റ്റ് ദ ആം ഓഫ് ദ ചെയർ അച്ഛൻ സാറ്റ് ഓൺ. ഉണ്ണിക്കുട്ടനും അച്ഛനും അവർ ഹെഡ് മാസ്റ്ററും അച്ഛനും ഒരു മേശയ്ക്ക് എതിർവശമുള്ള കസേരയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുകയല്ലേ. അച്ഛനിരിക്കുന്ന കസേരയുടെ ആ കസേരയുടെ ആ കൈപ്പിടിയില്ലേ കുഞ്ഞുങ്ങളെ, അതിൽ ചാരി നമ്മുടെ ഉണ്ണിക്കുട്ടനും നിൽക്കുകയാണ്. ദ ഹെഡ് മാസ്റ്റർ ബിക്കെയിം അറ്റ് ഉണ്ണിക്കുട്ടൻ. ഹലോ യങ് മാൻ, യുവർ നെയിം പ്ലീസ്.
ആ മോനെ കൊച്ചു പിള്ളേരെയൊക്കെ എങ്ങുമെൻ ഇവിടെ സമ്പാദന യുവാവേ എന്നാണ് കറക്റ്റ് എന്താ എങ്ങും എന്ന് പറഞ്ഞ് ഇവിടെ നിങ്ങളുടെ പേര് പറയൂ. അപ്പോൾ അവൻ പറഞ്ഞു PC ഉണ്ണിക്കുട്ടൻ അല്ലേ, എൻ്റെ പേര് PC ഉണ്ണിക്കുട്ടൻ എന്നാണ്. ദ ഹെഡ് മാസ്റ്റർ ലാഫ്ഡ് അല്ലേ, വണ്ടർഫുൾ. സോ യു നോ യു ഇനിഷ്യൽ ടു ഹെഡ് മാസ്റ്ററെ ചിരിച്ചുകൊണ്ട് അത്ഭുതമായിരിക്കുന്നല്ലോ. അപ്പോൾ നിങ്ങളുടെ ഇനിഷ്യലും അല്ലേ, നിങ്ങൾക്ക് ഇനിഷ്യലുണ്ട്, ഇനിഷ്യലും അറിയാം അല്ലേ. ദ ഹെഡ് മാസ്റ്റർ ഓപ്പൺ എ രജിസ്റ്റർ ആൻഡ് റോട്ട് ഉണ്ണിക്കുട്ടൻസ് നെയിം ഇറ്റ്. ഹെഡ് മാസ്റ്റർ ആ രജിസ്റ്റർ തുറന്നിട്ട് ഉണ്ണിക്കുട്ടൻ്റെ പേര് എഴുതി. ഹെഡ് മാസ്റ്ററും എന്ത് ചെയ്തു, ഉണ്ണിക്കുട്ടൻ ലുക്ക്ഡ് ഔട്ട് ത്രൂ ദ വിൻഡോസ് ക്യൂരിയസ്ലി അറ്റ് ചിൽഡ്രൻസ് പ്ലേയിങ് ഇൻ ദ സ്കൂൾ യാർഡ് അറ്റ് ദ ഹെഡ് മാസ്റ്റർ ആൻഡ് അച്ഛൻ ചാറ്റഡ് അല്ലേ. എന്ന് വെച്ചാൽ ഹെഡ് മാസ്റ്ററും അച്ഛനും തങ്ങളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ണിക്കുട്ടൻ ആ ജനാലയിലൂടെ സ്കൂളിൻ്റെ മുറ്റത്ത് കളിക്കുന്ന കുട്ടികളെയൊക്കെ ഇങ്ങനെ കൗതുകത്തോടെ നോക്കി നിൽക്കുകയാണ്. ടിങ് ടിങ് 2 അല്ലേ, എന്താ ടിങ് ടിങ് ബെല്ലടിച്ചു. ദ റിങ്ങിങ് ഓഫ് ദ സ്കൂൾ ബെൽ സ്റ്റാർട്ടഡ് ഉണ്ണിക്കുട്ടൻ. സ്കൂളിലെ മണി മുഴങ്ങുന്നത് ഉണ്ണിക്കുട്ടൻ അന്നേരം ശ്രദ്ധിച്ചു അല്ലേ, ആദ്യമായിട്ട് കേൾക്കുക. ഉണ്ണിക്കുട്ടൻ എന്താ റിങ്ങിങ് ഓഫ് ദ സ്കൂൾ ബെൽ സ്റ്റാർട്ടഡ് ഉണ്ണിക്കുട്ടൻ. അച്ഛൻ ഗോട്ട് അപ്പ് ഹറിഡ്ലി. താങ്ക് യു സർ, ഗുഡ് ഡേ ഹീ സെഡ് ടു ദ ഹെഡ് മാസ്റ്റർ. എന്താ സ്കൂളിലെ മണി മുഴങ്ങുന്നിട്ട് അച്ഛൻ തിടുക്കത്തിൽ എഴുന്നേറ്റിട്ട് നന്ദി സാർ, ശരി, എന്താ ശുഭദിനം അല്ലേ, അയാൾ ഹെഡ് മാസ്റ്ററോട് പറയുന്നതായിട്ടാണ്. ഗുഡ് ഡേ, ഓക്കെ, തിരിച്ച് ശരി, നല്ലൊരു ദിനം നമ്മൾ പറയത്തില്ലേ. അച്ഛൻ ടുക്ക് ഹിം എ ക്ലാസ് റൂം വിച്ച് വാസ് ഓൾറെഡി ഫുൾ ഓഫ് നോവിസ് ലൈക്ക് ഉണ്ണിക്കുട്ടൻസ് അല്ലേ. അച്ഛൻ പോയിന്റഡ് ടു ദ ടീച്ചർ, ഷീ ഈസ് രാധ ടീച്ചർ, ഷീ വിൽ യുവർ ക്ലാസ് ടീച്ചർ. രാധ ടീച്ചർ സോ ദം ആൻഡ് കം ഔട്ട് അല്ലേ, കെയിം ഔട്ട്, കം ഓൺ. ഷീ ടുക്ക് ഉണ്ണിക്കുട്ടൻ ഹാൻഡ് ആൻഡ് ലെഡ് ഹിം ഇൻ ടു ദ ക്ലാസ് റൂം. അതായത് സ്കൂളിലെ എന്താ അച്ഛൻ തിടുക്കത്തിൽ പോകാനൊക്കെ രണ്ടുപേർക്കും ഗുഡ് ഡേ ഒക്കെ നല്ല ഇതൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ അവനെ ഒരു ക്ലാസ് മുറിയിലേക്ക് വീണ്ടും കൊണ്ടുപോകുന്നതായിട്ടാണ്. അവിടെ ഉണ്ണിക്കുട്ടനെ പോലെയുള്ള പുതുമുഖങ്ങളൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു. അച്ഛൻ ടീച്ചറെ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇതാ നിന്റെ രാധ ടീച്ചറാ കേട്ടോ, നിന്റെ രാധ ടീച്ചർ, അവർ നിങ്ങളുടെ ക്ലാസ് ടീച്ചറാണ്. രാധ ടീച്ചർ അവനെ കണ്ട് എന്ത് ചെയ്തു, ഇവരെ കണ്ടുകൊണ്ട് ക്ലാസ്സിൽ നിന്ന് ടീച്ചർ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. വാ കമോൺ. ഷീ ടുക്ക് ഉണ്ണിക്കുട്ടൻ സാൻഡ്. എന്നിട്ട് അവൻ ഉണ്ണിക്കുട്ടൻ്റെ കൈ പിടിച്ച് ക്ലാസ്സിലോട്ട് ഈ ഉണ്ണിക്കുട്ടനെ കൊണ്ട് പോകുന്നതാണ് കേട്ടോ. എന്നിട്ടോ ലുക്ക് ഹിയർ ചിൽഡ്രൻസ്, രാധ ടീച്ചർ സ്പോക്ക് ഇൻ ദ ഉണ്ണിക്കുട്ടൻസ് ക്ലാസ്മേറ്റ്സ്, യു ഹാവ് എ ന്യൂ ഫ്രണ്ട്സ്, ഹീ ഈസ് ഉണ്ണിക്കുട്ടൻ. ഫോർ എ മൊമെന്റ് ഉണ്ണിക്കുട്ടൻസ് ബിക്കം ദ സെൻറ്റർ ഓഫ് അട്രാക്ഷൻസ് ഇൻ ദ ക്ലാസ് റൂംസ്, യു ക്യാൻ സിറ്റ് ഓവർ ദെയർ. രാധ ടീച്ചർ പോയിന്റഡ് ടു എ ബെഞ്ച്. ഉണ്ണിക്കുട്ടൻ walked slowly to the bench, his middle row, and sat down. It was the first day of his life as a student അല്ലേ. അപ്പോൾ ഇവിടെ രാധ ടീച്ചർ നോക്കൂ നിങ്ങളെ, നമുക്കൊരു പുതിയൊരു കുട്ടിയും കൂടെ വന്നല്ലേ. ഞാൻ നോക്കൂ കുട്ടികളെ, രാധ ടീച്ചർ ഉണ്ണിക്കുട്ടൻ്റെ സഹപാഠികളോടൊക്കെ പറഞ്ഞു, നിങ്ങളൊരു പുതിയ സുഹൃത്തുണ്ട് നിങ്ങൾക്ക് കണ്ടേ, ഇത് നമ്മുടെ ഉണ്ണിക്കുട്ടനാണ് കേട്ടോ. ഒരു നിമിഷം ഈ ഉണ്ണിക്കുട്ടൻ ക്ലാസ് മുറിയിലെ ആകർഷമായ എന്താ ഇങ്ങനെ ഉണ്ണിക്കുട്ടൻ ബിക്കം എ സെൻറ്റർ ഓഫ് ദ അട്രാക്ഷൻ ഇസ് ദ ക്ലാസ് റൂം. ആ നടുക്ക് നിന്നിങ്ങനെ ഇങ്ങനെ ഇതില്ലയോ ആദ്യമായിട്ട് ക്ലാസ്സിൽ ചെല്ലുന്നതിൻ്റെ ഒരു പരിഭ്രമമാണ്. നോക്കൂ യു ക്യാൻ സിറ്റ് ഓവർ ദെയർ എന്നൊക്കെ, നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാം കേട്ടോ. രാധ ടീച്ചർ ഒരു ബെഞ്ചിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു. ഉണ്ണിക്കുട്ടൻ പതുക്കെ നടുവിലെ നിരയിലെ ബെഞ്ചിലേക്ക് ഇങ്ങനെ നടന്ന് അവിടെ പോയിരിക്കുന്നതായിട്ടാണ് കേട്ടോ. ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ആദ്യ ദിവസമായിരുന്നു. ഹി വാസ് ദ ഫസ്റ്റ് ഡേ ഓഫ് ഹിസ് ലൈഫ് ആസ് എ സ്റ്റുഡൻറ്റ് കേട്ടോ. ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ അല്ലെ കുട്ടിയുടെ ജീവിതത്തിലെ ആദ്യത്തെ ദിവസമായിരുന്നു അത്. ഉണ്ണിക്കുട്ടൻ്റെ എക്സ്പെക്റ്റ് ഫ്രം ഉണ്ണിക്കുട്ടൻസ് ലോകം അല്ലേ, ഉണ്ണിക്കുട്ടൻ്റെ ലോകത്തിൽ നിന്നുള്ള ഒരു എക്സ്പെക്റ്റ് ആണ് ഇവിടെ പറയുന്നത് അല്ലെ, ഉദ്ധരണി എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ കഥ ഇതേ ഉള്ളൂ നിങ്ങളെ, കഥ ഞാനൊന്ന് ഓടിച്ചിട്ട് പറഞ്ഞതാ. ഇനി ഇല്ലയോ, ഇനി ഈ കഥ വായിച്ചിട്ട് നമുക്ക് ഉത്തരം എഴുതുമ്പോഴാണ് കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാവുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഇത് ഏതാ മറ്റേതാണ്. അപ്പോൾ ഇതിനകത്തിലെ ഒന്നാമത്തെ ചോദ്യം നോക്കണേ, കാണാൻ പറ്റുന്നുണ്ടോ? നോക്കിക്കേ. വാട്ട് ഡിഡ് അമ്മ ഡു വെൻ ഉണ്ണിക്കുട്ടൻ ഡിഡ് നോട്ട് വാണ്ട് ടു ഈറ്റ് മോർ ഉപ്പുമാവ്? കൂടുതൽ ഉപ്പുമാവ് കഴിക്കാൻ ഉണ്ണിക്കുട്ടൻ ബുദ്ധിമുട്ടിയപ്പോൾ അമ്മ എന്ത് ചെയ്തു? അമ്മ ഗേവ് ഹിം എ സ്മാൾ ഗ്ലാസ് ഓഫ് വാട്ടർ അല്ലേ. നമ്മൾ പറഞ്ഞത് എന്തെങ്കിലും കഴിക്കാൻ നേരം അമ്മമാരുടെ കയ്യിൽ എപ്പോഴും ഒരു ഗ്ലാസ്സിലൊരു വെള്ളം കാണും അല്ലേ, കുറച്ച് വെള്ളം കാണും. എന്ത് കൊടുത്താലും എന്താ, ഒരു ഉപ്പുമാവ് കൊടുത്താലായാലും ചോറ് കൊടുത്താലായാലും കുറുക്കില്ലല്ലേ, എന്ത് കൊടുക്കുമ്പോഴും എന്താ ഇച്ചിരി വെള്ളം അല്ലേ. അമ്മ ഗേവ് ആണ് ഹിം എ സ്മാൾ ഗ്ലാസ് ഓഫ് വാട്ടർ ടു ഹെൽപ്പ് ഹിം സ്വാളോ, വിഴുങ്ങാൻ വേണ്ടിയാട്ടോ, വിഴുങ്ങാൻ എളുപ്പമാണ്. വിത്ത് ദ ലിറ്റിൽ ഉപ്പുമാവ് ഹി ഏറ്റാണ് കേട്ടോ, ഏറ്റ്. വായിക്കാൻ അറിയണേ, ഞാൻ വായിച്ചതിൽ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും പോരാഴികയുണ്ട്, അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ ക്വസ്റ്റ്യൻസർ നല്ലപോലെ പഠിച്ചോണം. അമ്മ ആ കഥ ഞാനങ്ങ് ചുരുക്കി പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളെ എന്താ വിശദമായിട്ടൊക്കെ പറയാനാണെങ്കിൽ എന്നെ നല്ല രീതി നമുക്ക് സമയപരിധിയാണ് കേട്ടോ. അമ്മ ഗേവ് ഹിം എ സ്മാൾ ഗ്ലാസ് ഓഫ് വാട്ടർ ടു ഹെൽപ്പ് ഹിം സ്വാളോ ദ ലിറ്റിൽ ഉപ്പുമാവ് ഹി ഏറ്റ്.
വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഐറ്റംസ് ഡിഡ് ഉണ്ണിക്കുട്ടൻ ചെക്ക് ഫോർ ഇൻ ഹിസ് സ്കൂൾ ബാഗ്? ഉണ്ണിക്കുട്ടൻ സ്കൂൾ ബാഗിൽ എന്തൊക്കെ സാധനം ഉണ്ടോ എന്നാണ് നോക്കിയത്? ഉണ്ണിക്കുട്ടൻ സ്കൂൾ ബാഗിൽ എന്തൊക്കെ ഉണ്ടെന്നാണ് നോക്കിയത്? ഉണ്ണിക്കുട്ടൻ ചെക്ക്ഡ് ഫോർ ദ മലയാളം റീഡർ, മലയാളം പുസ്തകവും ഫോർ ദ ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, അവൻ 1ാം ക്ലാസ്സിലല്ല പഠിക്കുന്നത്, ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ മലയാളം റീഡറും ആൻഡ് ദ സ്ലേറ്റ് ഇൻ ഹിസ് സ്കൂൾ ബാഗ്. അവൻ ആ സ്കൂൾ ബാഗിൽ എന്തൊക്കെയാണ് നോക്കിയത്? ആ മലയാളം റീഡർ, 1ാം ക്ലാസ്സിലെ മലയാളം റീഡറും സ്ലേറ്റുമാണ് നോക്കിയത്. വായിക്കാൻ പറ്റുന്ന വാക്കുകളല്ലേ? വാട്ട് ഡിഡ് ഉണ്ണിക്കുട്ടൻ കീപ്പ് സേഫ്ലി ബിറ്റ്വീൻ ദ പേജ് ഓഫ് ഹിസ് മലയാളം റീഡർ? എന്താണ് ഉണ്ണിക്കുട്ടൻ തൻ്റെ മലയാളം പുസ്തകത്തിൻ്റെ പേജുകൾക്കിടയിൽ സൂക്ഷിച്ചത്? എന്താണ് ഉണ്ണിക്കുട്ടൻ തൻ്റെ മലയാളം പുസ്തകത്തിൻ്റെ പേജുകൾക്കിടയിൽ സൂക്ഷിച്ചത്? ഹി കെപ്റ്റ് എ പീകോക്സ് ഫെദർ, അല്ലേ, മയിൽപീലിയും പീകോക്ക് ഫെദർ ആൻഡ് പീസ് ഓഫ് സിൽവർ പേപ്പർ. ഏതോ തുണിക്കടയിൽ നിന്ന് മേടിച്ച തുണിയുണ്ടല്ലോ, അത് വെച്ചാണ് അവൻ്റെ പുസ്തകം പൊതിഞ്ഞിരുന്നത്. അതുപോലെ തന്നെ എന്തോ പൊതിഞ്ഞുകൊണ്ട് വന്ന സിൽവറിൻ്റെ പേപ്പർ ഉണ്ടല്ലോ, ആ പേപ്പറിൻ്റെ ഒരു ചെറിയ പീസ് അവന് ആ പുസ്തകത്തിനകത്തിൽ ഒളിപ്പിച്ചു വെച്ചു. ബിറ്റ്വീൻ ദ പേജുകൾക്കിടയിൽ അവൻ എന്തൊക്കെയാണ് എടുത്തു വെച്ചത്? ഹി കെപ്റ്റ് എ പീകോക്സ് ഫെദറാണ് ആൻഡ് എ പീസ് ഓഫ് സിൽവർ പേപ്പർ. കേട്ടോ. ഹൗ ഡിഡ് ഉണ്ണിക്കുട്ടൻ ഫീൽ അബൌട്ട് ഹിസ് നെയിം റിട്ടൺ ഓൺ ദ സ്ലേറ്റ്? സ്ലേറ്റിൽ തൻ്റെ പേരെഴുതിയതിനെ കുറിച്ച് ഉണ്ണിക്കുട്ടൻ എന്ത് തോന്നി? അല്ലേ, ഉണ്ണിക്കുട്ടൻ എഴുതിയത് PC മാത്രം എന്ത് ചെയ്തു? നമ്മൾ വായിച്ചതാ അല്ലേ, PC എന്ന് മാത്രം അവൻ ഇംഗ്ലീഷിൽ എഴുതിയിട്ട് ബാക്കി ഉണ്ണിക്കുട്ടൻ എന്നുള്ളതിന് തല പൊക്കി ഇങ്ങനെ ഇരിക്കുന്നതായിട്ടല്ലേ, മലയാളത്തിൽ എഴുതിയത് അല്ലേ. ഉണ്ണിക്കുട്ടൻ ഫെൽറ്റ് അൺഹാപ്പി, ഉണ്ണിക്കുട്ടി ആ എഴുതിയതിനോട് ഒട്ടും ഹാപ്പി അല്ലായിരുന്നു അല്ലേ. വെൻ ഹി സോ ഹിസ് നെയിം റിട്ടൺ ഓൺ ദ സ്ലേറ്റ് ഹി സ്കൗൾഡ്, അവൻ്റെ മുഖം ചുളിച്ചു എന്ന് പറയത്തില്ലേ, സ്കൗൾഡ് ബിക്കോസ് കുട്ടേട്ടൻ ഹാഡ് റിട്ടൺ ഓൺലി ദ ഇനിഷ്യൽ ഓഫ് ഹിസ് നെയിം PC ഇൻ ഇംഗ്ലീഷ്. അവൻ എഴുതിയത് മലയാളത്തിൽ ഉണ്ണിക്കുട്ടൻ എഴുതിയിട്ട് PC എന്നുള്ളത് ഇംഗ്ലീഷിലും എഴുതി. കേട്ടോ, വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ. അടുത്ത 5ാമത്തെ ചോദ്യം. 5ാമത്തെ ചോദ്യം നോക്കിയിട്ടില്ല. വാട്ട് ഇട്ട് കുട്ടേട്ടൻ ഗേവ് ഉണ്ണിക്കുട്ടൻ വാസ് ഹീ സാറ്റിസ്ഫൈഡ്? കുട്ടേട്ടൻ ഉണ്ണിക്കുട്ടൻ എന്താണ് കൊടുത്തത്? കുട്ടേട്ടൻ ഉണ്ണിക്കുട്ടന് എന്താണ് കൊടുത്തത്? അവൻ അതിൽ തൃപ്തനായിരുന്നോ? സാറ്റിസ്ഫൈഡ് ആയിരുന്നോ? കുട്ടേട്ടൻ ഗേവ് ഹിം എ സ്മാൾ പീസ് ഓഫ് സ്ലേറ്റ് പെൻസിൽ. അവൻ്റെ ട്രൗസറിൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു സ്കൂളിൽ പോകാൻ നേരം അല്ലേ, സ്കൂൾ തുറക്കുന്നതിന് ഒരു ചെറിയ പീസ് പെൻസിലായിരുന്നു അവൻ എടുത്തു കൊടുത്തത്, സ്മാൾ പീസ് ഓഫ് സ്ലേറ്റ് പെൻസിൽ. ബട്ട് ഉണ്ണിക്കുട്ടൻ വാസ് നോട്ട് സാറ്റിസ്ഫൈഡ്. പക്ഷേ ഉണ്ണിക്കുട്ടൻ അത് സാറ്റിസ്ഫൈ ആയിരുന്നോ? അല്ല. ആൻഡ് വാണ്ടഡ് എ ഫുൾ പെൻസിൽ, എനിക്കൊരു വലിയ പെൻസിൽ, എനിക്കൊരു ഫുൾ പെൻസിലാണ് വേണ്ടുന്നതെന്നാണ് അവൻ പറഞ്ഞത്. കേട്ടോ, കുട്ടേട്ടൻ ഗേവ് ഹിം എ സ്മാൾ പീസ് ഓഫ് സ്ലേറ്റ് പെൻസിൽ ബട്ട് ഉണ്ണിക്കുട്ടൻ വാസ് നോട്ട് സാറ്റിസ്ഫൈഡ് ആൻഡ് വാണ്ടഡ് എ ഫുൾ പെൻസിൽ. എനിക്കൊരു ഫുൾ പെൻസിൽ വേണം, എനിക്ക് മുറിഞ്ഞതൊന്നും വേണ്ട, ഞാൻ സ്കൂൾ തുറക്കുന്ന ദിവസം സ്കൂളിൽ പോകുമ്പോൾ എനിക്ക് ഒരു ഫുൾ പെൻസിൽ വേണമെന്ന്. വാട്ടിട്ട് ആരാണ്? മുത്തച്ഛൻ എന്നുള്ളതിൻ്റെ മുത്തച്ഛൻ്റെ കേട്ടോ അഡ്വൈസ് ഉണ്ണിക്കുട്ടൻ എബൌട്ട് വാക്കിംഗ് ഇൻ ദ റെയിൻ. വൈ? ഈ മഴയത്ത് നടക്കുന്നതിനെ കുറിച്ച് മുത്തച്ഛൻ ഉണ്ണിക്കുട്ടനോട് എന്താ ഉപദേശിച്ചത്? അത് എന്തുകൊണ്ടാണ് മുത്തച്ഛൻ അഡ്വൈസ് ചെയ്തത്? ഹിം ടു വോക്ക് ബെയർ ഫൂട്ട്, നീ ചെരുപ്പില്ലാതെ പോയാൽ മതി കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിയറിങ് സാൻഡൽസ് ഇൻ ദ റെയിൻസ് വുഡ് സ്പ്ലാഷ് മഡ് ഓൺ ഹിസ് ക്ലോത്ത്. നീ ചെരുപ്പിട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആ ചെരുപ്പിലെ ചള്ള മൊത്തം നിൻ്റെ ദേഹത്ത് തെറിച്ച് നിൻ്റെ ഡ്രസ്സ് മൊത്തം കുളമാവും അല്ലേ. നമ്മൾ പറയത്തില്ലേ, ഈ ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ ചെള്ള, ഇപ്പോഴത്തെ കൂട്ടത്തെ പഴയ ചെരുപ്പാവും. നിങ്ങൾ ഇപ്പോൾ ആരകണിൻ്റെയും ലൂണാറിൻ്റെ ഒക്കെ ചെരുപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരുപോലെ അപ്പം നടക്കുമ്പോൾ എന്താ ഈ അടി വന്നിട്ട് നമ്മുടെ ഉപ്പൂറ്റിക്ക് വന്ന് അടിക്കുമ്പോൾ അതെന്താ തെറിച്ച് നമ്മുടെ ബാക്കിൽ ഉടുപ്പേ വീഴും. അത് അപ്പൂപ്പൻ പറഞ്ഞത്, നീ എന്താ ചെരുപ്പിട്ടോണ്ട് പോയാൽ ആ സ്പ്ലാഷ് മഡ് ചെളി ഇങ്ങനെ തെറിച്ച് നിന്റെ തുണി മൊത്തം ആവുന്നതുകൊണ്ട് നീ അതിട്ടോണ്ട് പോകണ്ടെന്ന്. വാട്ട് വാസ് ദ വെദർ ലൈക്ക് വെൻ അച്ഛൻ ആൻഡ് ഉണ്ണിക്കുട്ടൻ ലെഫ്റ്റ് ഫോർ സ്കൂള്? അച്ഛനും ഉണ്ണിക്കുട്ടനും സ്കൂളിലേക്ക് പോകുമ്പോൾ കാലാവസ്ഥ എങ്ങനെയുള്ളതായിരുന്നു? ഇറ്റ് വാസ് റെയിനിങ് ലൈറ്റ്ലി അല്ലേ, ഡ്രിസ്ലിംഗ്. ആ ഒരു വാക്കായാലും മതി, നിങ്ങൾക്ക് ഏതാ പഠിക്കാൻ പറ്റുന്നത് വെച്ചാൽ. ഡ്രിസ്ലിങ്ങും ഉണ്ട്, റെയിനിങ് ലൈറ്റ്ലി, ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് അല്ലേ. വെൻ ദേ ലെഫ്റ്റ് ഫോർ സ്കൂളിൽ അച്ഛനും ഉണ്ണിക്കുട്ടനും സ്കൂളിലോട്ട് പോകുമ്പോൾ കാലാവസ്ഥ എങ്ങനെയായിരുന്നു? ചെറുതായിട്ട് ചാറ്റമഴ ഉണ്ടായിരുന്നു അല്ലേ. വൈ ഡു യു തിങ്ക് ഉണ്ണിക്കുട്ടൻ ഫെൽറ്റ് നെർവസ് വെൻ ഹി എൻറ്റേർഡ് ദ സ്കൂൾ കോമ്പൗണ്ട്? ഉണ്ണിക്കുട്ടൻ സ്കൂൾ കോമ്പൗണ്ടിൽ കയറിയപ്പോൾ പേടി തോന്നിയത് എന്തുകൊണ്ടാണ്? ഹി ഫെൽറ്റ് നെർവസ് ബിക്കോസ് എവറിഥിങ് വാസ് ന്യൂ ടു ഹിം അല്ലേ, എല്ലാം പുതിയതാണ്. ആൻഡ് ദെയർ വെയർ മെനി ചിൽഡ്രൻസ് മേക്കിംഗ് നോയ്സ്. നമ്മളൊരു പുതിയതായിട്ട് സ്കൂളിലോട്ട് ചെല്ലുമ്പോഴേ ഇല്ലയോ, സ്കൂളിലെ പിള്ളേരെല്ലാം കൂടി ഇരുന്ന് സംസാരിക്കുന്ന നെല്ല മൊത്തത്തിലൊരു സൗണ്ട് ഇല്ലയോ. ആദ്യമായിട്ടൊരു പുതിയ കുട്ടി സ്കൂളിലോട്ട് ചെല്ലുമ്പോഴത്തെ ഒരവസ്ഥ നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടോ നിങ്ങളെ, ഇല്ലയോ? എന്തുവായിരിക്കും? നമ്മളും ഇതൊക്കെ കഴിഞ്ഞല്ലേ. വാട്ട് ഡിഡ് ദ ഹെഡ് മാസ്റ്റർ ഡു വെൻ ഉണ്ണിക്കുട്ടൻ ടോൾഡ് ഹിം ഹിസ് നെയിം? വാട്ട് ഡിഡ് ദ ഹെഡ് മാസ്റ്റർ
ഡു വെൻ ഉണ്ണിക്കുട്ടൻ ടോൾഡ് ഹിം നെയിം എന്താ ഹിസ് നെയിം. ഉണ്ണിക്കുട്ടൻ പേര് പറഞ്ഞപ്പോൾ ഹെഡ് മാസ്റ്റർ എന്താ ചെയ്തത്? വെൻ എന്താ ഉണ്ണിക്കുട്ടൻ ടോൾഡ് ഹിസ് നെയിം ദ ഹെഡ് മാസ്റ്റർ ലാഫ്ഡ് അല്ലേ. ഹെഡ് മാസ്റ്റർ അന്നേരം ചിരിച്ചു. ആൻഡ് പ്രൈസ്ഡ് ഹിം ഫോർ നോയിങ് ഹിസ് ഇനിഷ്യൽസ്. ദെൻ ദ ഹെഡ് മാസ്റ്റർ ഓപ്പൺഡ് എ രജിസ്റ്റർ ആൻഡ് റോട്ട് ഉണ്ണിക്കുട്ടൻസ് നെയിം ഇൻ ഇറ്റ്. അവൻ്റെ അടുത്ത് പേര് വെച്ചപ്പോൾ അവൻ എന്താ ഇനിഷ്യൽ ഉൾപ്പെടെയാ പറഞ്ഞത് അല്ലേ. എൻ്റെ പേര് ഉണ്ണിക്കുട്ടൻ PC എന്നാണ്. അത് കേട്ട് ആ ഹെഡ് മാസ്റ്ററിന് ചിരിയാ വന്നത് അല്ലേ. എന്നിട്ട് എന്താ ആ ഹെഡ് മാസ്റ്റർ ആ രജിസ്റ്റർ ബുക്ക് തുറന്നിട്ട് അത് ഉണ്ണിക്കുട്ടൻ PC എന്ന് അതിൽ എഴുതി വെക്കുന്നതായിട്ടാണ്. ഹു ലുക്ക്ഡ് ഹിം ടു ദ ക്ലാസ് റൂം. ആരാണ് അവനെ ക്ലാസ് മുറിയിലേക്ക് കൊണ്ടുപോയത്? അച്ഛൻ ടുക്ക് ഉണ്ണിക്കുട്ടൻസ് ടു ദ ക്ലാസ് റൂം. അച്ഛനാണ് ഉണ്ണിക്കുട്ടനെ ക്ലാസ് റൂമിലോട്ട് കൊണ്ടുപോയത്. ഹൗ ഡു ദ ടീച്ചർ മേക്ക് ഉണ്ണിക്കുട്ടൻ ഫീൽ കംഫർട്ടബിൾ ആസ് ഹി എൻറ്റേർഡ് ദ ക്ലാസ് റൂം. ഉണ്ണിക്കുട്ടൻ ക്ലാസ്സിൽ കയറിയപ്പോൾ ടീച്ചർ എങ്ങനെയാണ് അവനെ സന്തോഷിപ്പിച്ചത്? രാധ ടീച്ചർ ഇൻട്രൊഡ്യൂസ്ഡ് ഉണ്ണിക്കുട്ടൻ ടു ദ ക്ലാസ് ആസ് ദെയർ ന്യൂ ഫ്രണ്ട് അല്ലേ. പുതിയ കൂട്ടുകാരെയൊക്കെ ഇങ്ങനെ ഇരുത്തി പരിചയപ്പെടുത്തി. ഷീ ഹെൽഡ് ഹിം ഹാൻഡ് ആൻഡ് ഷോവ്ഡ് ഹിം വെയർ ടു സിറ്റ് സോ ഹി ഫെൽറ്റ് കംഫർട്ടബിൾ. ആ സ്പെല്ലിംഗ് ഒക്കെ പഠിക്കണേ കേട്ടോ. ഇത്രയേ ഉള്ളൂ നിങ്ങൾ. ഇത് വൃത്തിയായിട്ട് നിങ്ങൾ പഠിച്ചെഴുതണം. മനസ്സിലാവുന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് പറയണം കേട്ടോ. ഓക്കെ നിങ്ങളെ താങ്ക് യു.